योऽन्तः प्रविश्य मम वाचमिमां प्रसुप्तां सञ्जीवयत्यखिलशक्तिधरस्वधाम्ना अन्यांश हस्तचरणश्रवणत्वगादीन् प्राणान्नमो भगवते पुरुषाय तुभ्यम्. എല്ലാം ഈശ്വരൻ ചെയ്യുന്നു എന്നുള്ളതാണോ എന്ന് ചോദ്യം 17. ഇച്ഛാസങ്കല്പയത്നം കൂടാതെ ഉദിച്ച സൂര്യന്റെ സന്നിധി മാത്രത്തിൽ സൂര്യകാന്തം അഗ്നി വമിക്കുന്നതും താമര വിടരുന്നതും നീർ വറ്റുന്നതും ലോകം അതാത് കാര്യങ്ങളിൽ പ്രവർത്തിച്ച് അടങ്ങുന്നതും കാന്തത്തൂഷി ചേഷ്ടിപ്പതും പോലെ ഈശ്വര സന്നിധാന വിശേഷമാത്രത്താൽ നടക്കുന്ന സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾ അഥവാ പഞ്ചകൃത്യങ്ങൾക്കുൾപ്പെട്ട ജീവികൾ അതാത് കർമ്മത്തിന് അനുസരിച്ച് ചേഷ്ടിച്ച് അടങ്ങുന്നു. അല്ലാതെ അവർ സങ്കല്പത്തോടു കൂടിയവരല്ല. ഒരു കർമ്മവും അവർക്ക് ബാധകമല്ല. അത് ലോകകർമ്മങ്ങൾ സൂര്യനെ ബാധിക്കാത്ത പോലെയും ചതുർഭൂതങ്ങൾ വ്യാപകമായ ആകാശത്തെ ബാധിക്കാത്ത പോലെയും ആകുന്നു. ഇത് പഴയ മലയാളം കുറെ ഉണ്ട്. ഇന്നത്തെ മലയാളക്കാർക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ആണ് ചില വാക്കുകളൊക്കെ. കാന്തത്തൂശി ചേഷ്ടിപ്പത് എന്നൊക്കെ സന്ധി ചെയ്ത് ചേർത്തൊന്നും ഇപ്പൊ പറയാൻ പതിവില്ല. എന്തായാലും ഈ പാരഗ്രാഫില് ഭഗവാൻ എല്ലാവരും ഈശ്വരന്റെ കയ്യില് യന്ത്രമാണ് എന്നുള്ള ആശയം, അതാണ് ഇവിടെ ഭഗവാൻ പറയണത്. ഇച്ഛാസങ്കല്പയത്നം കൂടാതെ, ഇച്ഛയോ സങ്കല്പമോ ഇല്ലാതെ പ്രകൃതിയിൽ പല പ്രവർത്തനങ്ങളും നടക്കണം. അതിന് ഒരുപാട് ഉദാഹരണം പറഞ്ഞു. സൂര്യകാന്തം അഗ്നി വമിക്കണു, താമര വിടരുന്നു, സൂര്യൻ പ്രകാശിക്കുമ്പോൾ ഇതൊക്കെ നടക്കുന്നു, നീർ വറ്റുന്നു, ജനങ്ങളൊക്കെ പ്രവർത്തിക്കണം. ഇതൊക്കെ തന്നെ സന്നിധി മാത്രത്തിൽ നടക്കുന്നു. പഞ്ചകൃത്യങ്ങൾ നടക്കുന്നു. സൃഷ്ടി സ്ഥിതി സംഹാരം തിരോധാനം അനുഗ്രഹം. ഇതൊക്കെ തന്നെ ലോകകാര്യങ്ങൾ സൂര്യനെ ബാധിക്കാത്തതുപോലെ 4 ഭൂതങ്ങൾ, ഭൂമി, ജലം, അഗ്നി, വായു എന്ന 4 ഭൂതവും ആകാശത്തിനെ ബാധിക്കാത്തതുപോലെ ഒരു കർമ്മവും നമ്മളുടെ സത്തയെ സ്പർശിക്കണില്ല. ഇതാണ് പരമാർത്ഥം. ഈശസ്യ വശേ ലോകഃ യോഷാ ദാരുമയീ യഥ. പാവക്കൂത്തിൽ പാവകളെ കളിപ്പിക്കുമ്പോൾ പാവകൾക്കൊക്കെ സങ്കല്പമുണ്ടെന്നും ഇച്ഛയുണ്ടെന്നും പലതും ചെയ്യുന്നുണ്ടെന്നും ഒക്കെ തോന്നും. അതിന് പുറകിൽ ചരട് വലിക്കുന്നതിനനുസരിച്ച് പാവക ചലിച്ച് അടങ്ങുകയാണ്. അതുപോലെ പ്രപഞ്ചത്തിൽ എല്ലാവരും അൾട്ടിമേറ്റായിട്ട് ഈശ്വരശക്തിയുടെ കയ്യിൽ യന്ത്രങ്ങളാണ്. ഇതാണ് ഭഗവത്ഗീതയിലെ അവസാനത്തെ വിഷയം. ഭഗവാൻ കർമ്മത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞ് ഗീതയില് അവസാനം പറഞ്ഞു, സ്വഭാവമാണ് ഇപ്പൊ പ്രവർത്തിക്കുന്നത്. ഈ സ്വഭാവം പ്രവർത്തിക്കണോ, പ്രവർത്തിക്കാൻ പുറകില് ഹൃദയത്തില് ഈശ്വരൻ ഇരുന്ന് പ്രവർത്തിപ്പിക്കണു എന്നറിഞ്ഞ് അടങ്ങ. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി ഭ്രാമയൻ
സർവഭൂതാനി യന്ത്രാരൂഢാനി മായയാ തമേവ ശരണം ഗച്ഛ സർവഭാവേന ഭാരത തത്പ്രസാദാത് പരാം ശാന്തിം സ്ഥാനം പ്രാപ്സ്യസി ശാശ്വതം. അപ്പോ ഇതൊക്കെ ഇപ്പോ ഇതെങ്ങനെ സ്വീകരിക്കാം, ഇതിൽ കൂടുതലൊന്നും ആരായം പോകണ്ട. എല്ലാം ഭഗവത് സങ്കല്പം കൊണ്ട് നടക്കണു എന്ന ഭാവം ഉണ്ടല്ലോ, ആ ഭാവം നമ്മളുടെ ദുഃഖത്തിനൊരു അറുതി വരുത്തും. അഭിമാനത്തിനെ ശരണാഗതി ചെയ്യാനായിട്ട് നമുക്ക് സഹായിക്കും. അതിനു വേണ്ടിയിട്ട് അത് പറയണം. ഒരു സിദ്ധാന്തവും പരമാർത്ഥമല്ല. ഈ സിദ്ധാന്തവും ഭഗവാൻ പറയണത് നമ്മളുടെ അഭിമാനം ഭഗവാന് അർപ്പണം ചെയ്യാൻ വേണ്ടിയാണ്. അതിന് ഉത്തരമാണ് അടുത്ത ആശയം. നോക്കൂ, ഭക്തരിൽ ഉത്തമനായ ഭക്തൻ ആരാണ്? എവനൊരുത്തൻ ദൈവിക സന്നിധാനത്തിൽ ത്യാഗം ചെയ്യുന്നുവോ അവൻ തന്നെ ശ്രേഷ്ഠനായ ഭക്തൻ എന്ന് ആദ്യം പറഞ്ഞു. ത്യാഗം ചെയ്യുന്നവൻ, തന്നെ തന്നെ അർപ്പണം ചെയ്യുന്നവനാണ് ശ്രേഷ്ഠൻ. ആത്മവിചാരമല്ലാതെ വേറെ യാതൊരു വിചാരധാരയ്ക്കും അല്പം പോലും അവകാശം നൽകാതെ ആത്മനിഷ്ഠാപരനായിരിക്കുന്നത് തന്നെയാണ് ഉത്തമ ഭക്തി. ആത്മാർപ്പണം ചെയ്യുക എന്ന് പറയണത് ഗീതാഭാഷ്യത്തില് ആചാര്യസ്വാമി പറയണ കാര്യമാണ്. ഉത്തമ ഭക്തി ഞാൻ കൊടുക്കും എന്ന് ഭഗവാൻ ഗീതയിൽ പറയുമ്പോൾ ആചാര്യസ്വാമി ഭാഷ്യത്തിൽ പറഞ്ഞു, ആത്മനിഷ്ഠാരൂപത്തിലുള്ള ഭക്തി കൊടുക്കും. അഖണ്ഡമായിട്ട് ഇരിക്കുന്നത് തന്നെ ഭക്തി എന്ന്. അഖണ്ഡരൂപസ്ഥിതിരേവ മുക്തി. അവിഛിന്നമായി സ്വരൂപസ്ഥിതനായിട്ട് ഇരിക്കുന്നത് തന്നെ ഭക്തി. ആത്മനിഷ്ഠ തന്നെ ഭക്തി. ആത്മനിഷ്ഠ എങ്ങനെ ഉണ്ടാവും? ജ്ഞാനം കൊണ്ട് ഉണ്ടാവും, ശരണാഗതി കൊണ്ടുണ്ടാവും എന്ന് പറഞ്ഞു. ഇന്നലെ മുഴുവൻ നമ്മള് ശരണാഗതി പറഞ്ഞു. അടങ്ങണത് ശരണാഗതി, അറിയണത് ജ്ഞാനം. അറിഞ്ഞ് അടങ്ങണത് ജ്ഞാനമാർഗം, അടങ്ങി അറിയണത് ഭക്തിമാർഗം. അടങ്ങിക്കഴിഞ്ഞ ആളെ അറിയണം, അറിഞ്ഞു കഴിഞ്ഞ ആളെ അടങ്ങും വേണം. ഏതെങ്കിലും ഒന്നായിട്ട് നിൽക്കാൻ പറ്റില്ല. അടങ്ങിയ ആളെ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഉറക്കം പോലെ ആ അടക്കത്തിന്റെ വില അറിയില്ല, വീണ്ടും പൊന്തി വരും. അറിയണ ആള് അടങ്ങിയിട്ടില്ലെങ്കിൽ അറിവ് മാത്രം നിൽക്കുമെന്നല്ലാതെ അനുഭവം ഉണ്ടാവില്ല. അപ്പൊ ആത്മനിഷ്ഠ അറിവോടുകൂടിയുള്ള അടക്കമാണ്. അറിഞ്ഞുകൊണ്ട് ഭഗവാന്റെ ദാസനായിട്ടിരിക്കുക, അറിഞ്ഞുകൊണ്ട് ഭഗവാന്റെ കയ്യിൽ യന്ത്രമായിട്ടിരിക്കുക. എല്ലാവരും യന്ത്രമാണ്. ഭക്തൻ എന്താ വ്യത്യാസം? ഭക്തൻ അറിഞ്ഞുകൊണ്ട് കോൺഷ്യസ് ആണ് ഞാൻ ഭഗവാന്റെ കയ്യിൽ യന്ത്രമാണെന്ന്. ആ സ്റ്റേറ്റ് ഭഗവാനാണ് എല്ലാം ചെയ്യുന്നതെന്ന് അറിഞ്ഞ് കോൺഷ്യസ് ചൈൽഡ്ഹുഡാണ്, കോൺഷ്യസ് ബേബിഹുഡാണ്. ഒരു കൊച്ചുകുട്ടിക്കും ജ്ഞാനിക്കും വ്യത്യാസം എന്താ? ജ്ഞാനി അറിവോടുകൂടെ ഭഗവാന്റെ കയ്യില് യന്ത്രമായി, ഒരു കുട്ടിയായി. രാമകൃഷ്ണ പരമഹംസർ ഇടയ്ക്കിടയ്ക്ക് പറയും, ഞാൻ യന്ത്രം, അമ്മ യന്ത്രി. അമ്മ പറയിക്കണ പോലെ ഞാൻ പറയണു, അമ്മ ചെയ്യിക്കണ പോലെ ഞാൻ ചെയ്യണു, എന്റെ ഒന്നുമില്ല. ഇത് മറന്നു കളയാതെ, എന്നുവെച്ചാൽ
this becomes your conscious, constant state. എന്റെ ഒന്നുമില്ല എന്നുള്ള അതാണ് തമേവ ശരണം ഗച്ഛ സർവഭാവേന ഭാരത തത് പ്രസാദാത്. ആ പ്രസാദം ഉണ്ടായി. അപ്പൊ പരാം ശാന്തിം സ്ഥാനം പ്രാപ്സ്യസി ശാശ്വതം. പരമമായ ശാന്തി. ശാന്തി എന്താണ്? സ്ഥാനം എന്നുവെച്ചാൽ ആത്മസ്വരൂപം, ആത്മ അനുഭവം. അപ്പോ നോക്കൂ, ഇപ്പൊ ഭഗവാൻ പറഞ്ഞു ഈശ്വരന്റെ പേരിൽ എത്ര തന്നെ ഭാരം ചുമത്തിയാലും അതൊക്കെ അദ്ദേഹം വഹിച്ചുകൊള്ളും. സകല കാര്യങ്ങളെയും ഒരു പരമേശ്വര ശക്തി നടത്തിക്കൊണ്ടിരിക്കുന്നതിനാൽ നമ്മളും അതിന് വഴങ്ങിയിരിക്കാതെ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് സദാ ചിന്തിക്കുന്നത് എന്തിനാകുന്നു? പുകവണ്ടി, പഴയകാലത്ത് തീവണ്ടി, ട്രെയിന്, പുകവണ്ടി, തീവണ്ടി എന്നൊക്കെയാണല്ലോ പറയാ. പുകവണ്ടി സകല ഭാരങ്ങളെയും വഹിച്ചുകൊണ്ട് പോകുന്നത് അറിഞ്ഞിരുന്നിട്ടും അതിൽ കയറിപ്പോകുന്ന നാം നമ്മുടെ ചെറിയ ഭാണ്ഡത്തെയും അതിൽ വെച്ച് സുഖമായിരിക്കാതെ അത് നമ്മുടെ തലയിൽ കയറ്റിക്കൊണ്ട് എന്തിന് കഷ്ടപ്പെടുന്നു? ഇതാണ് പ്രസിദ്ധ ഉദാഹരണമാണ് ഭഗവാൻ. ട്രെയിനിൽ പോണ ആള് അയാളുടെ ഭാണ്ഡ അയാളുടെ തലയിൽ വെച്ചുകൊണ്ടിരിക്കും. എന്താന്ന് വെച്ചാ എന്റെ ഭാരം ഞാൻ ചുമന്നോളാം. ചുവട്ടിൽ വെച്ചാലും തലയിൽ വെച്ചാലും ട്രെയിനാണ് ചുമക്കാൻ പോണത്, അല്ലേ? അതേപോലെ എന്റെ ജീവിതം, എന്റെ കാര്യങ്ങൾ, എന്റെ കുടുംബം ധാരാകാര പുത്രാപ്താന് ദേഹം പ്രാണം. അംബരീഷ ചരിത്രത്തിൽ ഭഗവാൻ പറയാണ്, അനന്തമായ സമ്പത്തും സമൃദ്ധിയും ഒക്കെ ഉള്ള ആ രാജാവ് ഈ സമ്പത്തോ സമൃദ്ധിയോ തന്റെ മക്കളോ റാണിമാരോ രാജ്യമോ ഒന്നും തന്റേന്ന് കരുതാതെ ഒക്കെ ഭഗവാൻ അർപ്പണം ചെയ്തിട്ട് സ്വസ്ഥമായിട്ട് സമാധാനമായിട്ടിരുന്നു അത്രേ. ഒരു ധനവാൻ അങ്ങനെ ഇരിക്കുന്നത് വളരെ അപൂർവമാണ്. അക്ഷയ്യ രത്നാഭരണായുധാദിഷു അനന്തകോശേഷു അകരോധ അസന്മതിം. എടുത്താ തീരാത്ത രത്നം, ആഭരണങ്ങൾ, അനന്തമായ സമ്പദ് സമൃദ്ധി ഒന്നും അല്പം പോലും ഗണിച്ചില്ല. അകരോധ അസന്മതിം. അതുകൊണ്ട് ഇത്രയും സമ്പദ് സമൃദ്ധിക്ക് നടുവിൽ ശാന്തിയായിട്ടിരുന്നു. കുചേലോപാഖ്യാനത്തിൽ ഭഗവാൻ കുചേലന്റെ അടുത്ത് ചോദിക്കണോ എങ്ങനെ ഇരിക്കണോ? സമാധാനമായിട്ട് ഇരിക്കണമെന്ന് പറഞ്ഞു. നല്ല ശാന്തി. ഭഗവാന് ശാന്തിയോടെ ഇരിക്കണമെന്ന് പറഞ്ഞു കൃഷ്ണൻ. ഈ ഭഗവാൻ ശ്രീയപ്പതിയാണ്, കുചേലനോ ദാരിദ്ര്യത്തിലാണ്. രണ്ടുപേർക്ക് സമാധാനം എവിടുന്ന് വന്നു? ഗുരോരനുഗ്രഹേണൈവ പുമാൻ പൂർണ്ണ പ്രശാന്തയേ എന്ന് ഭഗവാൻ പറയുക. ഗുരു അനുഗ്രഹം ചെയ്തു, അതുകൊണ്ട് ജ്ഞാനം ഉള്ളില് വിട്ടുപോവാതെ ആത്മാനുഭവമുണ്ട്. അതുകൊണ്ട് സമ്പത്തിന്റെ ഉള്ളിലും സമാധാനം, ദാരിദ്ര്യത്തിലും സമാധാനം. ലോകത്തില് ഈ രണ്ട് എക്സ്ട്രീംസ് സാധ്യമല്ല. ദരിദ്രനാണെങ്കിൽ സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റില്ല, ഒരുപാട് പണം ഉണ്ടെങ്കിൽ സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റില്ല. സമാധാനക്കുറവിന് കാരണം എന്താ? കർത്തൃത്വം, ഭോക്തൃത്വം. ചുമട് വഹിക്കുന്നത് ഞാനാണെന്നൊരു ധാരണ. ഞാനില്ലെങ്കിൽ കാര്യമൊന്നും നടക്കില്ല. എത്ര കാര്യങ്ങളാണ്. ഇതൊക്കെ അവസാനിപ്പിച്ചിട്ട് വേണം ഇനി ഒന്ന് സമാധാനമായിട്ടിരിക്കാം. ഒന്നും അവസാനിക്കുകയേ ഇല്ല, പേടിക്കണ്ട. പ്രാരബ്ധം അവസാനിച്ചിട്ട് നമുക്ക് സമാധാനമായിട്ട് ഇരിക്കാനേ പറ്റില്ല. ഒക്കെ അവസാനിക്കുമ്പോഴേക്കും നമ്മളുടെ ചാപ്റ്ററും അവസാനിക്കും. പിന്നെ പരമസമാധാനമായി. സ്ലീപ്പ് ഈസ് ഗുഡ്, ഡെത്ത് ഈസ് ബെറ്റർ എന്ന്. അപ്പൊ ശരീരം തന്നെ പ്രാരബ്ധം അനുഭവിക്കാനുള്ളതാണ്. പിന്നെ അതെപ്പോഴെങ്കിലുമൊക്കെ അവസാനിക്കുമോ? നിങ്ങളിതൊക്കെ അവസാനിപ്പിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റും. അതൊക്കെ അവിടെ കിടക്കട്ടെ എന്ന്.
ഇത്രയും ഏടാകൂടമൊക്കെ അവിടെ കിടക്കട്ടെ എന്ന് വെക്കാൻ പറ്റുമോ? ആ കിടക്കട്ടെ, വെക്കന്നെ, അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാം? സമാധാനത്തോടെ ഇരിക്കുക, ശാന്തിയോടെ ഇരിക്കുക. അതിനെന്താ വഴി? ഭഗവാന്റെ തലയിലേക്ക് അങ്ങോട്ട് ഭാരമൊക്കെ എടുത്ത് വെക്കുക. നിങ്ങളുടെ തലയിൽ തൂക്കണ്ടെന്നാണ്. ഈശ്വരന്റെ തലയിൽ ചുമടെടുത്ത് വെക്കുക. എന്നുവെച്ചാലോ ഈശ്വരനാണ് വഹിക്കണത്, നമ്മളൊന്നുമല്ല. എല്ലാം ഭഗവാൻ നടത്തിക്കൊണ്ടിരിക്കണം. പ്രകൃതിയിലെല്ലാം നടക്കുന്നത് ആ ശക്തി കൊണ്ടാണ്. ഇത് അറിഞ്ഞിട്ട് ജീവസൃഷ്ടിയായിട്ടുള്ള കാര്യം ഒന്നേ ഉള്ളൂ, ടെൻഷൻ. അഭിമാനം, അജ്ഞാനം. ജീവസൃഷ്ടി ഈ ടെൻഷൻ മാത്രമേ ഉള്ളൂ. എത്ര ടെൻഷനാ നമുക്ക്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇപ്പോഴാണെങ്കിൽ വീട്ടിൽ എല്ലാ സൗകര്യങ്ങളുണ്ട്, എല്ലാത്തിനും ഇലക്ട്രിക് സാധനങ്ങളുണ്ട്, എന്നിട്ടും ടെൻഷനൊന്നും കുറയുന്നില്ല. ഇതെങ്ങനെയാ ഇത്ര സമയം നമുക്ക് ഇല്ലാതായതെന്നാണ്. മുമ്പ് എല്ലാ അരി അരയ്ക്കണം, തൈര് കടയണം, അരി കുത്തണം, വെള്ളം കോരണം, നടന്ന് കാര്യം ചെയ്യണം, എല്ലായിട്ടും സമയം ഉണ്ടായിരുന്നു. അന്ന് വേറെ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടാവുമായിരിക്കും. പക്ഷെ ഇപ്പോ ഇതൊന്നുമില്ല, എന്നിട്ട് സമയമില്ല, ടെൻഷൻ. ഒരു 10-12 കുട്ടികളുണ്ടാവും വീട്ടില്. എനിക്കെന്നെ ഓർമ്മയുണ്ട്, ഒരാളുടെ അടുത്ത്, അച്ഛന്റെ അടുത്ത് ചോദിച്ചു, മകൻ എത്രാം ക്ലാസ്സിലാ പഠിക്കണത് എന്ന് ചോദിച്ചു. അച്ഛൻ മകനെ വിളിച്ചിട്ട് എത്രാം ക്ലാസ്സിലാ പഠിക്കണത് എന്ന് ചോദിക്കുകയാണ്. അച്ഛനൊന്നും അറിയില്ല. ഇതിപ്പോ നഴ്സറി ക്ലാസ്സിൽ ചേർക്കുമ്പോഴേക്കും നമുക്ക് ടെൻഷൻ, ആ കുട്ടിക്കും ടെൻഷൻ. അപ്പോ കാര്യം പ്രശ്നങ്ങൾ കൂടുതലുള്ളത് കൊണ്ടൊന്നുമല്ല ടെൻഷൻ, നമ്മളുടെ അജ്ഞാനം. നമുക്ക് ഈശ്വര വിശ്വാസം ഉണ്ടെങ്കിൽ സ്വസ്ഥമായിട്ടിരിക്കാം. ഭഗവാന്റെ അടുത്തൊക്കെ കൊടുത്ത്, ഭഗവാന്റെ അടുത്ത് അർജുനൻ തേര് തെളിക്കാൻ ഏൽപ്പിച്ച പോലെ ജീവിതത്തിന്റെ തേര് തെളിക്കാൻ ഭഗവാന്റെ കയ്യിൽ കൊടുത്തിട്ട് സമാധാനമായിട്ട് ഇരുന്നൂടെ, ശാന്തിയായിട്ട് ഇരുന്നൂടെ. അംബരീഷനിരുന്നു, കുചേലനിരുന്നു. ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഭാഗവതേ. നല്ല സമ്പദ് സമൃദ്ധിയോടുകൂടെയുള്ള രാജാവ് സമാധാനമായിട്ടിരുന്നു. ദരിദ്രൻ ആയിട്ടുള്ള കുചേലൻ സമാധാനമായിട്ടിരുന്നു. അപ്പോ ഇവിടെയും ഭഗവാന്റെ അടുത്ത് എല്ലാം അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുത്ത് ആത്മനിഷ്ഠാപരനായിട്ടിരിക്കുക. ചിത്തവൃത്തികൾ ഉദിക്കുന്ന സ്ഥലത്ത് തന്നെ അടക്കിക്കളയാന്ന്. അപ്പൊ ലോകത്തിൽ കാര്യമൊക്കെ നടക്കും. നടന്നാ നടക്കട്ടെ, ഇല്ലെങ്കിൽ വേണ്ട. ഇതൊക്കെ കുളമാവില്ലേ കാര്യമൊക്കെ? അല്ലെങ്കിൽ ഇപ്പൊ എന്താവാൻ പോണു? ഒക്കെ ഇതൊക്കെ തന്നെ ആവാൻ പോണത്. ലോകകാര്യങ്ങളൊക്കെ ഇപ്പൊ പെർഫെക്റ്റ് ആവൂ എപ്പോഴെങ്കിലുമൊക്കെ? ഇതൊക്കെ സക്സസ്ഫുൾ ആവോ? എല്ലാ അവസാനം നാശത്തിനുള്ള പോക്കാണ്. അപ്പൊ പിന്നെ അതിപ്പോ തന്നെ അവസാനിക്കുകയാണെങ്കിൽ അവസാനിക്കട്ടെ, നന്നായിട്ട് നടന്ന ഓ ശരി, ഇൻസ്പൈറ്റ് ഓഫ് മീ. അല്ലാതെ ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാനാ? ഇപ്പൊ ഞാൻ എന്ന് മരിച്ചു പോവാണെങ്കിൽ ഇപ്പൊ ഇതൊക്കെ നിന്നു പോവോ? ഒരു കാര്യം ചോദിച്ചാൽ മതി. ഇന്നിപ്പോ ഞാൻ മരിച്ചു പോയാ ഇപ്പൊ ഇവരൊക്കെ ഞാൻ എന്നെ കൊണ്ട് നടക്കണ കാര്യങ്ങളൊന്നും നടക്കില്ല എന്നുണ്ടോ? ഒക്കെ നടക്കും. അപ്പൊ പിന്നെ എന്താ? അപ്പൊ അത് നടന്നോട്ടെ, അത് അതിന്റെ പാട്ടിൽ നടക്കട്ടെ, ഞാൻ എന്റെ പാട്ടിൽ നടക്കാം. അങ്ങനെയൊക്കെ അൺകൺസേൺഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുമോ? അപ്പൊ ആ അൺകൺസേൺഡ് ആയിട്ട് ഇരിക്കണ്ട. തന്റെ തലയിൽ ഈശ്വരൻ ഒന്നും ചുമത്തിയിട്ടില്ല.
ന കർത്തൃത്വം ന ച കർമാണി ലോകസ്യ സൃജതി പ്രഭുഃ ന കർമ്മഫല സംയോഗം സ്വഭാവസ്തു പ്രവർത്തത്തെ നാദത്തെ കസ്യചിത് പാപം ന ചൈവ സുകൃതം വിഭുഃ അജ്ഞാനേന ആവൃതം ജ്ഞാനം തേന മുഹ്യന്തി ജന്തവഃ ജ്ഞാനേന തു തദജ്ഞാനം യേഷാം നാശ്രിതം ആത്മനഃ തേഷാം ആദിത്യവജ്ഞാനം പ്രകാശയതി തത്പരം തദ്ബുദ്ധയസ്തദാത്മാനഃ തന്നിഷ്ഠാഃ തത്പരായണാഃ ഗച്ഛന്തി അപുനരാവൃത്യം ജ്ഞാന നിർധൂത കൽമഷാഃ. അങ്ങനെ ഒരു ഫ്രീഡം ഉള്ളിൽ വന്നാൽ, ഒരു ലുസിഡിറ്റി ഉള്ളിൽ വന്നാൽ ചെയ്യണ കാര്യം ഭംഗിയായിട്ട് നടക്കും. നമുക്കിത് ശരിയാവണമെന്നും തെറ്റാവരുതെന്നും ഒരുപാട് സങ്കല്പങ്ങളും വ്യാകുലതകളും ടെൻഷനും ഉള്ളിലുള്ളത് കൊണ്ടാണ്, മമത കൊണ്ടാണ് നമുക്ക് കാര്യം ചെയ്യാൻ പറ്റാത്തത്. മമതയില്ലെങ്കിൽ നോക്കൂ, ഒരു ഡോക്ടർക്ക് തന്റെ മകന് സർജറി ചെയ്യാൻ പറ്റില്ല പൊതുവെ, അല്ലെ? വേറെ ആരെങ്കിലും ചെയ്യണം. എന്റെ കുട്ടിയായതുകൊണ്ട് മമത അതിന്റെ ഉള്ളിൽ കയറി വരുമ്പോ ശരിക്കും ചെയ്യാൻ പറ്റില്ല. അപ്പൊ വേറെ ആരെങ്കിലും വേണ്ടി വരും. അത് തന്നെ ഒരു തെളിവല്ലേ? മമത തടസ്സാണ്. അത് എടുത്തു കളഞ്ഞ അർജുനന് ഭഗവാൻ ഗീത ഉപദേശിച്ചത് യുദ്ധം ചെയ്യാനല്ല. യുദ്ധം ചെയ്യണത് അർജുനന്റെ സ്വഭാവമാണ്. അത് ഒന്നും ചെയ്യാൻ പറ്റില്ല. അയാളുടെ ഉള്ളിലുള്ള അജ്ഞാനം തടസ്സം എടുത്തു കഴിഞ്ഞാൽ അയാളെ കൊണ്ട് എന്ത് കാര്യമാണോ നടക്കേണ്ടത് അത് ഭംഗിയായിട്ട് നടക്കും. അത് ആർക്കും വേണ്ട വെക്കാനേ പറ്റില്ല, നടന്നേ ഇരിക്കുള്ളൂ. കാര്യത്തേഹി അവശഃ കർമ്മ സർവ പ്രകൃതി ജയർഗുണൈഹി. ഭഗവാൻ തന്നെ പറഞ്ഞു, നിനക്ക് ചെയ്യില്ല എന്ന് പറയാനുള്ള അധികാരമൊന്നുമില്ല. നിന്നെ കൊണ്ട് എന്ത് കാര്യമാണോ ഈ ലോകത്തിൽ നടക്കേണ്ടത് അത് നടത്തിപ്പിച്ചിട്ടേ ഇരിക്കുള്ളൂ എന്ന്. ഭംഗിയായിട്ട് നിന്റെ സങ്കല്പം, ടെൻഷൻ, നിന്റെ അഭിമാനം, നിന്റെ അഹങ്കാരം ഇതിന് കുറുക്കെ നിൽക്കുകയാണ്. അതെടുത്തു കളയ ശരണാഗതി. അതാണ് ശരണാഗതി ചെയ്തവൻ ജീവൻ മുക്തനായി, ആ ക്ഷണത്തിൽ സ്വതന്ത്രമാണ്. എന്തിനാ ശരണാഗതി ചെയ്യണ? ശരീരത്തിന്, മനസ്സിന്, ബുദ്ധി, അഹങ്കാരത്തിന് ഒക്കെ ഭഗവാന്റെ കയ്യിൽ കൊടുക്കും. ഒക്കെ ഭഗവാന്റെ അപരാപ്രകൃതിയാണല്ലോ. അത് ഈശ്വരൻ തന്നെ നോക്കിക്കൊള്ളും. സ്വസ്ഥമായിട്ടിരിക്കാം. അപ്പോ ചോദിക്കുക, അപ്പൊ വൈരാഗ്യം എന്നത് എന്താകുന്നു? ഏതേത് വിചാരങ്ങൾ ഉൽപ്പാദിക്കുന്നുവോ അവയെല്ലാം ഒന്നുപോലും വിടാതെ ഉൽപ്പത്തി സ്ഥാനത്ത് തന്നെ അടക്കിക്കളയുന്നതാകുന്നു വൈരാഗ്യം. മുത്തെടുക്കുന്നവർ അരയിൽ കല്ലുകെട്ടി മുങ്ങി കടലിനടിയിൽ കിടക്കുന്ന മുത്ത് എങ്ങനെ എടുക്കുന്നു അപ്രകാരം തന്നെ ഓരോരുത്തർക്കും വൈരാഗ്യത്തോട് ഉള്ളിൽ മുഴുകി ആത്മമുത്ത് സമ്പാദിക്കാം. ഇവിടെ നമുക്ക് ആത്മവിചാരമാണല്ലോ വിഷയം. അപ്പോ അതിന് ഭഗവാൻ വഴി പറയാണ്. ചിത്തവൃത്തികള് സ്വരൂപസ്ഥിതിക്ക് മറയുണ്ടാക്കിക്കൊണ്ടേയിരിക്കണം. അപ്പൊ ചിത്തവൃത്തികൾ ഉദിക്കുമ്പോഴൊക്കെ തന്നെ ഈ വൃത്തികള് അതിന്റെ ക്വാളിറ്റി, അതിന്റെ സ്വഭാവം എന്താണോന്ന് നോക്കാതെ ഇത് ആർക്ക് വരണമെന്ന് നോക്കാം. എനിക്ക് വരണു, ഞാൻ ആരാണ്, ഞാൻ എന്ന് പറയുന്നതിന്റെ സ്വരൂപം എന്താണ്, അത് എവിടുന്ന് ഉദിക്കണു എന്ന് ശ്രദ്ധിക്കുമ്പോ ഹൃദയത്തില് ഈ അഹംവൃത്തി അടങ്ങും. അതോടെ ആ ചിത്തവൃത്തിയും ഹൃദയത്തിൽ അടങ്ങും. ഇങ്ങനെ അഭ്യസിക്കുന്നതാണ് വൈരാഗ്യമെന്ന് ഭഗവാന്റെ ഒരു പുതിയ ഡെഫിനിഷനാണ്. അതായത് പുറമേക്ക് നമ്മൾക്ക് ഒരു വസ്തുവിനോടും അറ്റാച്ച്മെന്റ് ഇല്ലാതിരിക്കുന്നതാണ് വൈരാഗ്യം എന്നൊക്കെ പറയും. ഭഗവാൻ അതിന്റെ ആന്തരമാണ് പറയണത്, പുറത്ത് പറയണില്ല. എല്ലാറ്റിന്റെ നടുക്കിരിക്കുമ്പോഴും ഇമോഷൻസും തോട്ട്സും ഒക്കെ വരുമ്പോ അതൊക്കെ തന്നെ ഉൽപ്പത്തി സ്ഥാനത്ത് ഹൃദയത്തിൽ തന്നെ അതെവിടെ ഉദിക്കുന്നു ആ ഉദിക്കുന്ന സോഴ്സിൽ തന്നെ അതിനെ തിരിച്ച് ലയം ചെയ്യണത് വൈരാഗ്യം എന്ന് ഭഗവാൻ. അങ്ങനെ
ഒരു പ്രതിബന്ധവും ഉള്ളിലില്ലെങ്കിൽ കടലിൽ മുങ്ങി മുത്ത് എടുക്കുന്ന പോലെ ഹൃദയത്തിൽ ആഴ്ന്നു മുങ്ങി ആത്മമുത്ത് സമ്പാദിക്കാം. എന്നുവെച്ചാൽ ആത്മമുത്ത് ഇപ്പൊ സമ്പാദിക്കേണ്ടതൊന്നുമല്ല, നിത്യസിദ്ധമാണ്. പക്ഷെ നമ്മൾ അന്തർമുഖമാവുമ്പോൾ നമ്മളുടെ ശ്രദ്ധ നിത്യസിദ്ധമായ വസ്തുവില് ലഗ്നമാവും. ശ്രദ്ധ ഉള്ളിൽ തിരിയുമ്പോ ചിത്തവൃത്തികളൊക്കെ ഉദിക്കുകയും അടങ്ങുകയും ചെയ്യുന്ന ആ സോഴ്സ്, ആ ഇരുപ്പ്, ആ ഉണർവ്, അവബോധം നമ്മളുടെ അനുഭവത്തിൽ പ്രകാശിക്കും. അത് തന്നെ ആത്മാ, അത് തന്നെ സ്വസ്വരൂപം. അതില് ഇടപെടാതെ നിഷ്ഠമായിട്ട് ഇരിക്കുന്നത് തന്നെ ഭക്തി. സ്വസ്വരൂപ അനുസന്ധാനം ഭക്തിരിത്യഭിധീയത്തെ. ഇടപെടാതെ അവിഛിന്നമായ സ്വരൂപസ്ഥിതി തന്നെ ഭക്തി. ഭഗവാനിൽ നിന്ന് അന്യമായ തന്റെ വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത് ഭക്തിയല്ല. ഈശാദപേദസ്യ വിപര്യോ അസ്മൃതി. ഭാഗവതത്തിൽ പറഞ്ഞു, ഈശ്വരനിൽ നിന്നും വിട്ടുനിൽക്കുന്നതുണ്ടല്ലോ, അതുകൊണ്ടാണ് ഭയം ഉണ്ടാവുന്നത്. ആ വിട്ടുനിൽക്കുന്ന വ്യക്തിത്വം അങ്ങോട്ട് പോയാൽ ഭയവും പോയി. ഞാനൊരാൾ പ്രത്യേക ആളുണ്ടെങ്കിൽ എനിക്ക് ജനനമുണ്ട്, വളർച്ചയുണ്ട്, മരണമുണ്ട്, വ്യാധിയുണ്ട്, വിയോഗമുണ്ട്, എല്ലാ പ്രശ്നങ്ങളും ഉണ്ട്. സുഷുപ്തിയിൽ ഇതൊന്നുമില്ല. എന്തേ? സുഖമായി ഉറങ്ങുമ്പോ ഭയണ്ടോ? എണീറ്റ ഭയണ്ട് അല്ലേ? ഏറ്റവും വലിയ ടെൻഷനുള്ള ദിവസം, ഏറ്റവും വലിയ പ്രശ്നം സംഭവിച്ച ദിവസം ഉറങ്ങിക്കഴിഞ്ഞ ഒരു പ്രശ്നമില്ല, എല്ലാ ദുഃഖവും അവസാനിച്ചു. എല്ലാത്തിനെയും ഡിസോൾവ് ചെയ്യണ ഒരു സോഴ്സാണത്. അവിടുന്ന് ഞാൻ എന്ന് ഉദിച്ച ഉടനെ പ്രശ്നങ്ങളൊക്കെ വന്നു. ഇന്ന് ഏകാദശ സ്കന്ധം ഭാഗവതത്തിൽ വൈകുന്നേരം നമ്മൾ പറയും. മരണം എന്താന്ന് വെച്ചാൽ ആ ഉറങ്ങണതോടുകൂടെ ഈ ജന്മം എന്ന് പറയുന്ന ചാപ്റ്റർ അങ്ങോട്ട് മറന്നു കളഞ്ഞാൽ മരണമായിരുന്നു. മൃത്യുരത്യന്ത വിസ്മൃതി എന്ന് പറയാൻ പാടും. ഇതിപ്പോ നമുക്ക് ആപേക്ഷികമായ വിസ്മൃതി ഉണ്ടാവുന്നത് കൊണ്ട് ഉറക്കം എന്ന് പറയണു. സപ്പോസ് നിങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞു, എണീക്കുമ്പോ പലതും മറന്നു പോണില്ലേ അല്ലേ? ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടന്ന പല സംഭവങ്ങളും കുറെ കാലം കഴിയുമ്പോ അതങ്ങട് ഹീൽഡായി, മറന്നുപോയി. മറക്കണതാണല്ലോ ഹീലിംഗ്, മറവിയാണല്ലോ ഹീലിംഗ് അല്ലേ? പലതും ഓർമ്മ വെച്ചുകൊണ്ടിരുന്ന എങ്ങനെയുണ്ടാവും? ഇപ്പോഴും നടന്ന സമയത്ത് ഉണ്ടായിരുന്ന അതേ ഇന്റൻസിറ്റിയോടുകൂടെ സംഭവങ്ങൾ ജീവിതം മുഴുവൻ നിന്നാൽ അതിനേക്കാളും വേദന വേറൊന്നുമില്ല. അപ്പൊ ഈശ്വരന്റെ വലിയ അനുഗ്രഹം, അതായത് ആത്മശക്തി, ദ പവർ ഓഫ് ദ സെൽഫ്, അത് നമുക്കൊക്കെ അറിയണത് എങ്ങനെയാന്ന് വെച്ചാൽ, നിങ്ങൾ വിചാരിച്ചാൽ പോലും നിങ്ങൾ അനുഭവിച്ച ദുഃഖത്തിനെ ഒരു 2-3 ദിവസത്തിന് മേലെ നിർത്താൻ പറ്റില്ല. 2-3 ദിവസം എന്നൊക്കെ പറയുന്നത് തന്നെ വളരെ അധികം. ആ ഡീപ്പ് പെയിൻ, ചിലർക്കൊക്കെ ഇഷ്ടപ്പെട്ടവരുടെ മരണം അല്ലെങ്കിൽ എന്തെങ്കിലും അപമാനം ഒക്കെ വന്നു കഴിഞ്ഞാൽ ആ വരുന്ന വേദന ഉണ്ടല്ലോ, ആ വേദന തീരെയില്ലാന്ന് തോന്നും, ഇനി ജീവിതം പോയും തോന്നും. അതേ ആളുകൾ കാണാൻ കുറെ ദിവസം കഴിഞ്ഞാൽ ചിരിച്ചുകൊണ്ട് തമാശ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മറന്നു. ഓർമ്മയൊക്കെ വന്നാൽ പോലും ആ ഓർമ്മയ്ക്ക് ബലമില്ല. ഫോർ സൈക്കോളജിക്കൽ മെമ്മറി ഈസ് അനിഹിലേറ്റഡ്. ഫാക്ച്വൽ മെമ്മറി ഉണ്ട്, അത്രയേ ഉള്ളൂ. ആ നടന്നു, അത്ര. ആ പെയിൻ പോയി, വേദന പോയി. ഇത് ഈശ്വര കൃപയാണത്.
ഇതാണ് അപോഹനം എന്ന് ഭഗവാൻ ഗീതയിൽ പറഞ്ഞു. ഞാൻ തന്നെ തനിക്ക് ഇത് തരും, ഞാൻ തന്നെ മറച്ചും കളയും. ഇത്രയൊക്കെ കാരുണ്യം ഉള്ളിലുള്ളപ്പോ പിന്നെ എന്തിനാ ഭയപ്പെടുന്നത്? ഒക്കെ മറച്ചു കളയണം, ഒക്കെ മറന്നു കളയണം അല്ലേ? അതേപോലെ ജീവിതത്തിൽ നടന്ന പല സംഭവങ്ങളും നമ്മൾ മറന്നുപോയി. അതേപോലെ ഇപ്പോൾ ഉള്ള ഈ ജീവിതം കഴിഞ്ഞ എത്രയോ ജന്മങ്ങളൊക്കെ മറന്നുപോയി. എന്തൊക്കെയോ സംഭവിച്ചു, ഒക്കെ പോയി. അതുപോലെ ഈ ജന്മങ്ങൾ മറന്നുപോയാൽ മൃത്യു എന്നാണ്. മൃത്യുരത്യന്ത വിസ്മൃതി. അതുപോലെ ജ്ഞാനം കൊണ്ട് സാക്ഷാത്കാരം ഉണ്ടാവുമ്പോ ഈ സൈക്കോളജിക്കൽ മെമ്മറി അങ്ങോട്ട് പോകും. ഫാക്ച്വലായിട്ടൊക്കെ അറിയും, പക്ഷേ നമ്മളുടെ വ്യക്തിത്വത്തിന്റെ വാസ്തവികത, അത് ഉണ്മയാണെന്നുള്ള ഭ്രമം. അതിപ്പോ എങ്ങനെയാന്ന് വെച്ചാൽ, ഉദാഹരണത്തിന് പറഞ്ഞാൽ, ഒരു ട്രാജഡി സിനിമ കാണുമ്പോൾ ചിലപ്പോൾ നമ്മളും കരയും. പക്ഷെ ആ കരച്ചിലിന് നമ്മളുടെ ജീവിതത്തിൽ നടക്കുന്ന വേദനയുടെ അത്ര ആഴമുണ്ടോ? ആഴമില്ല എന്ന് മാത്രമല്ല, ചിലർക്കൊക്കെ അത് ഇഷ്ടമാണ്. അവരത് കണ്ടിട്ട് കരഞ്ഞോണ്ടേ പറയും എത്ര നന്നായിട്ടുണ്ടല്ലേ എന്ന് പറയും. കരഞ്ഞോണ്ടേ പറയും എത്ര നന്നായിട്ടുണ്ട്. രാമായണമൊക്കെ കേട്ട് കരയുമ്പോ കരഞ്ഞിട്ട് പറയും ഇത്രയും ഒരു സുഖം ഇതിനു മുമ്പ് കിട്ടിയില്ല. അതെന്ത് ചെയ്ത് അങ്ങനെ കരഞ്ഞ അങ്ങനെ സുഖം ഉണ്ടാവുമോ? എന്തേ അത്? അപ്പൊ അതിന് നമ്മളുടെ ഈഗോയില് അതിന് സ്പർശമില്ല, അഹങ്കാരത്തിൽ അതിന് സ്പർശമില്ല, അഭിമാനത്തിൽ അതിന് സ്പർശമില്ല. അപ്പൊ നമുക്ക് വേദനയുമില്ല, വിഷമമില്ല. അപ്പോ ഈ വിസ്മൃതി ഈശ്വരന്റെ ഒരു കൃപയാണ്. മറക്കുക എന്ന് പറയുന്നത്. ആത്മാവിനെ ഓർക്കണം, പ്രപഞ്ചത്തിനെ, നമ്മളുടെ വ്യക്തിത്വത്തിനെ, അഭിമാനത്തിനെ അങ്ങോട്ട് മറന്നു കളയണം. നമുക്ക് നേരെ തിരിച്ചാ പഠിക്കണത്. ആത്മാവിനെ അങ്ങോട്ട് മറന്നു കളഞ്ഞു, മറ്റൊക്കെ ഓർമ്മയുണ്ടാകും. അപ്പോ ഇവിടെ ഭഗവാൻ പറഞ്ഞു ഒക്കെ മറന്ന് ഒക്കെ അടക്കിക്കളയ. എല്ലാ മെമ്മറിയും ഇമോഷൻസും ഒക്കെ വരുന്നതൊക്കെ ഉത്പത്തി സ്ഥാനത്ത് തന്നെ അടക്കിക്കളയാം. ആ സ്റ്റിൽനെസ്, നിശ്ചലത. നിശ്ചലത ഉള്ളിലുണ്ടെങ്കിൽ ആത്മമുത്ത് സമ്പാദിക്കാം. എന്ന് വെച്ചാൽ നമ്മളുടെ സ്വരൂപം പ്രകാശിക്കാം. ആ സ്വരൂപപ്രകാശം അനുഭവിക്കുമ്പോഴാണ് നമുക്ക് ഒരു ദേശികൻ ആ അനുഭവിക്കുന്ന നിശ്ചലത തന്റെ സ്വരൂപമാണ് എന്ന് പറയുമ്പോ പ്രത്യഭിജ്ഞ ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ ധ്യാനത്തിൽ വീണ്ടും വീണ്ടും സമാധിയിൽ ഇരുന്ന് എഴുന്നേറ്റിട്ടും മറന്നു കളയും. ഗുരുവചനം കൊണ്ട് സംസാരാരണ്യ സദ്യസ്ത്രുടന പരശുതാമേതി. ഒറ്റ ക്ഷണം കൊണ്ട് വെട്ടിക്കളെ. ആ വാക്ക് നമ്മളുടെ ശ്രദ്ധയെ സ്വരൂപത്തില് നിഷ്ഠമാക്കും. മുക്തിക്ക് തക്കൊരു ഉപദേശം നൽകും. അപ്പൊ ഗുരുവോ അഥവാ ഈശ്വരനോ ശാസ്ത്രമോ നമ്മളുടെ സ്വരൂപത്തിനെ കാണിച്ചു തരണോ. നമ്മുടെ ഉള്ളിൽ സത്വഗുണത്തിലിരിക്കുമ്പോ അതില് പ്രത്യഭിജ്ഞ ഉണ്ടായാൽ നമ്മൾ രക്ഷപ്പെട്ടു. അതാണ് അടുത്ത വിഷയത്തിൽ ഭഗവാൻ പറഞ്ഞു. ദൈവവും ഗുരുവും ഒക്കെ തന്നെ നമുക്ക്
മുക്തിമാർഗം കാട്ടിക്കൊടുക്കും. മുക്തി എന്ന് വെച്ചാൽ നമ്മളുടെ സ്വരൂപത്തിനെ കാണിച്ചു തരും. സ്വരൂപം, സ്വസ്വരൂപം തന്നെ മുക്തിയാണ് എന്ന് പറഞ്ഞു തരും. പുലിയുടെ വായിൽപ്പെട്ട ജീവി ഒരു മുയലോ മാനോ രക്ഷപ്പെട്ടു പോകാൻ പറ്റില്ല. അതുപോലെ സദ്ഗുരുവിന്റെ കൃപയ്ക്ക് പാത്രമായ ജീവൻ പിന്നെ അഭിമാനത്തോടുകൂടെ ജീവിക്കില്ല. ഭഗവാൻ തന്നെ ഒരു കഥ പറയും. പുലി കാണാൻ പുറപ്പെട്ട ആള്. ഈ അധ്യാത്മ ജീവിതം എന്ന് പറഞ്ഞാൽ അതുപോലെയാണത്രേ. ഒരാൾക്ക് പുലിയെ കാണണമെന്ന് തോന്നി, ഒരു ഇന്റർവ്യൂ നടത്തണം തോന്നി പുലിയുടെ അടുത്ത്. പുലിയെ അന്വേഷിച്ച് കാട്ടിലൊക്കെ പോയി എവിടെയാ പുലി ഉള്ളതെന്ന് ചോദിച്ചു. ആളുകൾ പറഞ്ഞു പോണ്ടാന്ന് പറഞ്ഞു, കേട്ടില്ല. അവസാനം വളരെയധികം അന്വേഷിച്ച് കാടും മലയും കയറി പുലി താമസിക്കുന്ന ഗുഹയിൽ കാളിംഗ് ബെല്ലടിച്ച് ഉള്ളിൽ കയറി. അങ്ങനെ കയറി കഴിഞ്ഞപ്പോ പിന്നെന്തായി? പുലിയുടെ ഗുഹയിൽ കയറി പിന്നെന്തായി കഥ? കഥ അവിടെ അവസാനിച്ചു അല്ലേ? അബ്രപ്പെട്ടായിട്ട് കഥ നിന്നു, പകുതിയിൽ കഥ നിന്നു എന്നർത്ഥം. അതുപോലെ ഈ മനുഷ്യന്റെ അജ്ഞാനത്തിലുള്ള ഈ പോക്ക് ഉത്തമദേശികന്റെ കൃപയ്ക്ക് പാത്രമാകണവരേ ഉള്ളൂ എന്നാണ്. കൃപയ്ക്ക് പാത്രമാകുക എന്ന് വെച്ചാലോ ശ്രദ്ധ സ്വരൂപത്തിൽ നിഷ്ഠമാവുക എന്നർത്ഥം. അല്ലാതെ ഗുരു കൃപ എന്ന് പറഞ്ഞാൽ എന്താ പ്രത്യേകിച്ച് ഒരു സാധനം കൊടുക്കലല്ലോ. നമ്മൾക്ക് പക്കമുണ്ട്. ഗുരു ബ്രഹ്മനിഷ്ഠനാണ്. അപ്പോ സ്വാനുഭവം ഉണ്ടായി. ആ സ്വാനുഭവം തന്നെ ഗുരുകൃപ എന്ന് പറയണത്. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പിന്നെ ഒരു ബാക്കടിക്കൽ എന്ന് പറയുന്ന ഒരു കാര്യമേ ഇല്ല. പക്ഷേ ആ കൃപയെ പൂർണ്ണമാക്കാൻ ആ കിട്ടിയതിനെ പ്രയോജനപ്പെടുത്തി വീണ്ടും 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 ആ വസ്തുവിൽ ശ്രദ്ധ പതിഞ്ഞ് അനുസന്ധാനം ചെയ്ത് ആത്മനിഷ്ഠാപരനായിട്ടിരുന്ന് സ്വയമേവ തന്നെ ആ ജ്ഞാനമുക്തിനെ സമ്പാദിച്ചുകൊള്ളും. എന്നുവെച്ചാൽ ആത്മാനുഭവത്തിനെ പൂർണ്ണമാക്കിക്കൊള്ളണം. ശ്രോതവ്യോ മന്തവ്യോ നിധിധ്യാസിതവ്യ. ആ കേട്ടതിനെ മനനം ചെയ്ത് നിധിധ്യാസനം ചെയ്ത് പ്രയോജനപ്പെടുത്തി ആരാധിച്ച് ആദരിച്ച് ഭക്തി ചെയ്ത്, ഭക്തി, ജ്ഞാനം, വൈരാഗ്യം, ഇതര വിഷയങ്ങളിൽ ശ്രദ്ധ പോവാതിരിക്കുന്നത് വൈരാഗ്യം. ഗുരു കൃപയില് ഭക്തി, ഗുരു ഉപദേശിച്ച വിഷയത്തില് ശ്രദ്ധ, ജ്ഞാനം. ഇങ്ങനെ പോഷണം ചെയ്ത് ഫലേച്ഛ എടുത്തു കളയുകയും ചെയ്തു. അതോടെ കഴിഞ്ഞു. ട്രെയിനിൽ കയറി ഇരുന്നാൽ പിന്നെ ഇന്ന് എത്തിയാൽ എന്താ, നാളെ എത്തിയാൽ എന്താ, ട്രെയിൻ പുറപ്പെട്ടു കഴിഞ്ഞു. ഇനിയിപ്പോ പുറപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും എറണാകുളത്ത് നിന്ന് ബോംബെക്ക് ട്രെയിനിൽ കയറി ഇരുന്നാൽ ബോംബെ എത്തിയ പോലെയുള്ള സമാധാനമാണ്. സ്റ്റേഷനിൽ ഇരിക്കുമ്പോഴേ ഉള്ളൂ പടച്ചലൊക്കെ അല്ലേ. ട്രെയിനിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ആലോചിക്കാൻ പാടില്ല. പിന്നെ അതിലിരുന്ന് കഴിഞ്ഞാൽ ചിലരൊക്കെ ഈ എറണാകുളത്ത് നിന്ന് അപ്പർ ബർത്തിൽ കയറി കിടന്നവരുണ്ടെന്ന് തന്നെ അറിയില്ല. ബോംബെ എത്തിയിട്ട് ചോട്ടിൽ വരും. അവരാരാ മുഖം പോലും നമ്മൾ കാണില്ല. എങ്ങനെ ഇങ്ങനെ ഉറങ്ങണമെന്ന് പറയാം. അതാണ് ഉത്തമ ഭക്തൻ. പിന്നെ ഒന്നും ആലോചിക്കാൻ പാടില്ല, പിന്നെ ഒന്നും ചോദിക്കാൻ പാടില്ല, പിന്നെ യാതൊരു കംപ്ലൈന്റും ഇല്ല. പിന്നെ കിട്ടിയോ കിട്ടിയില്ലയോ, അറിഞ്ഞോ അറിഞ്ഞില്ലയോ, എവിടെ എത്തി, എന്തായി, ഒന്നും പ്രശ്നമില്ല. ഏകനാഥ് മഹാരാജിനെ കുറിച്ച് അങ്ങനെ ഒരു കഥ പറയും. അദ്ദേഹത്തിന് 12 വർഷം ഗുരു സേവ ചെയ്തു. ജനാർദ്ദന സ്വാമി അദ്ദേഹത്തിന്റെ ഗുരു. ആ 12 വർഷത്തിലെ യാതൊന്നും ഗുരുവിന്റെ അടുത്ത് ചോദിച്ചിട്ടില്ല. രാവും പകലും എന്ത് വേണമെങ്കിൽ ചെയ്തു കൊടുക്കും. കാര്യമായിട്ട് ശാസ്ത്രാധ്യാപനം പോലും നടന്നിട്ടില്ല എന്നാണ്. മറ്റു പല ശിഷ്യന്മാരും പലതും പഠിച്ചിട്ടൊക്കെ പോയി. ജനാർദ്ദന സ്വാമി ഏകനാഥനെ സ്പെഷ്യലായി ശ്രദ്ധിച്ചൊന്നും പറഞ്ഞു കൊടുക്കുക പോലും ചെയ്തില്ല അത്രേ. 12 വർഷം കഴിഞ്ഞപ്പോ ഒരു ദിവസം രാത്രി ഒരുപാട് നേരമായിരിക്കണു. ഏകനാഥന്റെ മുറിയില് വിളക്ക് കത്തുന്നുണ്ട്.
അപ്പൊ ജനാർദ്ദന സ്വാമി ഗുരു ചെന്ന് ചോദിച്ചു, എന്താ ചെയ്യണമെന്ന് വെച്ചാൽ എന്തോ ചെറിയ കണക്ക്, ഗുരുകുലത്തിലുള്ള എന്തോ കണക്ക് നോക്കുകയാണ്, അല്പക്കണക്ക്, അതിനിയും കിട്ടിയില്ല എന്ന് നോക്കിക്കൊണ്ടിരിക്കുക. ഗുരു പറഞ്ഞു, പോയി കിടന്നുറങ്ങും, മതി എന്ന് പറഞ്ഞു. അതൊരു ഭക്തിയാണ്. 12 മണിയായി, രാത്രിയായി, നേരം വെളിച്ചാവുമ്പോഴാണ് ആ കണക്ക് കിട്ടിയത്. ഉറങ്ങുന്നില്ല. നേരം വെളിച്ചായപ്പോ സന്തോഷമായിട്ട് അതൊക്കെ കിട്ടിയെന്ന് പറഞ്ഞൊക്കെ മടക്കി വെച്ച് ഗോദാവരിയിൽ വെള്ളം എടുക്കാൻ പോയി. അപ്പൊ ജനാർദ്ദന സ്വാമിക്ക് വല്ലാത്തൊരു ഒരു വേദന വന്നു. അതാണ് ആ ഗുരു കൃപ ഒരു വെഹിക്കിളിന് എടുക്കണത്. ആരുടെ അടുത്തുനിന്ന് വേണമെങ്കിൽ നമുക്ക് ഭഗവാനെ ഉണർത്താം. ഒന്ന് പ്രസന്നമായാൽ മതി ആരെങ്കിലും. അതാണ് പറയുന്നത്, ഭാര്യയ്ക്ക് ഭർത്താവ്, ഭർത്താവിന് ഭാര്യ, അച്ഛനും മക്കളെ എവിടെ വേണമെങ്കിലും സംഭവിക്കാം. ശരിക്കും ഉള്ള സെന്ററില് നമ്മളുടെ പ്രിയം ചെന്നെത്തിയാൽ, ഒരു കൃതാർത്ഥത വന്നാൽ അത് ആശ്ചര്യമാണ്. അത് ഭഗവത് പ്രസാദാണ്. ജനാർദ്ദന സ്വാമി തന്റെ ഇഷ്ടദൈവമായ ദത്താത്രേയനെ ഓർത്ത് ഏകനാഥനെ കുറിച്ച് ആലോചിച്ച് വേദനയോടുകൂടെ ഞാൻ അവനെ എന്ത് ചെയ്യും എന്ന് വിചാരിച്ച് സമാഹിതനായിട്ടിരുന്നു അത്രയും. അപ്പൊ തന്നെ ജനാർദ്ദന സ്വാമിക്ക് അറിഞ്ഞു, ഗോദാവരിയിൽ വെള്ളം എടുക്കാൻ പോയ ഏകനാഥന് ദത്താത്രേയന്റെ ദർശനം ഉണ്ടായിട്ടുണ്ടാവും. ശക്തിപാദം എന്നുവെച്ചാൽ ആ ക്ഷണത്തിൽ ഇവിടുന്ന് ആ കണക്ഷൻ വന്നതുകൊണ്ട് തന്നെ ഏകനാഥന് അവിടെ എന്തെങ്കിലും ദർശനം നിശ്ചയമായിട്ട് ഉണ്ടായിട്ടുണ്ടാവണം. അപ്പൊ കുറെ നേരം കഴിഞ്ഞ ഏകനാഥ് കറക്റ്റ് സമയത്തിന് വെള്ളവും കൊണ്ടുവന്നു. വെള്ളമൊക്കെ ചൂടാക്കി പൂജയ്ക്ക് വേണ്ടതൊക്കെ ചെയ്തു. എല്ലാ ഏർപ്പാടും ഒക്കെ ആക്കിയപ്പോ ഒരു ലക്ഷണവും കാണാനില്ല. ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസിന്റെ ലക്ഷണം ഒന്നും കാണാനില്ല. അപ്പൊ ജനാർദ്ദന സ്വാമി ഏകനാഥനെ ശ്രദ്ധിച്ചു നോക്കുക. എന്താന്ന് വെച്ചാൽ ഒരു ദർശനം ഉണ്ടായാൽ സാധാരണയായിട്ടിരിക്കും ആള്. ആ ഉന്മാദം ഉണ്ടാവണ്ടേ, ആ ഒരു ലഹരി ഉണ്ടാവണ്ടേ, ഒന്നും കാണാനില്ല. അപ്പോ കുറെ കഴിഞ്ഞപ്പോ ജനാർദ്ദന സ്വാമി ഏകനാഥനെ വിളിച്ച് ചോദിച്ചു, നീ ഗോദാവരിയിൽ വെള്ളം എടുക്കാൻ പോയപ്പോ നിനക്ക് എന്തെങ്കിലും ഒരു ദർശനം ഉണ്ടായോ? അതേ, ദത്താത്രേയന്റെ ദർശനം ഉണ്ടായിരുന്നു. അപ്പൊ ഏകനാഥനോട് ജനാർദ്ദന സ്വാമി, എന്താപ്പാ ഈ വഴിയിൽ ആരെയോ കണ്ടു എന്ന് പറയണ പോലെ, പരിചയമുള്ള ആളുകളെ കണ്ടു എന്ന് പറയണ പോലെ ദത്താത്രേയന്റെ ദർശനം ഉണ്ടായിന്ന് വളരെ കാഷ്വൽ ആയിട്ട് പറഞ്ഞു. എത്ര പേര് അത് കിട്ടാൻ വേണ്ടി ആശിക്കുന്നത്. എന്നിട്ട് നീ എന്ത് ചെയ്തു? എന്ത് ചെയ്യാൻ? ഇവിടെ വെള്ളം ചൂടാക്കി എത്ര പണി കിടക്കണം, എന്തൊക്കെ കാര്യങ്ങൾ കിടക്കണം, അതൊക്കെ അവിടെ നിർത്തിയിട്ട് വന്നു. ഈ സമാധിയെ മതിയെന്ന് വെക്കുക എന്ന് പറയുന്നത് രസാസ്വാദത്തിൽ ഉപേക്ഷിക്കുന്നത് ജ്ഞാനികൾക്കേ പറ്റുള്ളൂ, അല്ലാത്ത ആളുകൾക്ക് സാധ്യമല്ല. ആ രസാസ്വാദത്തിൽ വീണുപോകും. അപ്പൊ ആ രസാസ്വാദം ഉപേക്ഷിച്ചിട്ട് വന്നു എന്ന് പറയുമ്പോ ജനാർദ്ദന സ്വാമി ചോദിക്ക, ഇത് ഇങ്ങനെയപ്പാ, അപ്പൊ ഇത്രയും ജോലി ചെയ്യണ്ടേ ഇവിടെ? അപ്പോ ഈ ദർശനം എത്ര വിലപ്പെട്ടതാണെന്ന് അറിയോ? അപ്പൊ ഏകനാഥൻ പറഞ്ഞു അത്രയും, ഞാൻ എപ്പോഴെങ്കിലും അങ്ങയുടെ അടുത്ത് എനിക്ക് എന്തെങ്കിലും ദർശനം വേണമെന്ന് ചോദിച്ചിട്ടുണ്ടോ? എനിക്ക് ഇനിയിപ്പോ ഒരു പ്രത്യക്ഷ ദർശനം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ അങ്ങേ കാണണില്ലേ എന്ന് പറഞ്ഞു അത്ര. ഒരു പ്രത്യക്ഷമായ ഒരു രൂപത്തിൽ ഭഗവാനെ ദർശിക്കണ്ടെങ്കിൽ ഞാനിപ്പോ അങ്ങേ കാണുന്നുണ്ടല്ലോ. ഇനിയിപ്പോ ഈശ്വരൻ ഇനി വേറെ ഒരു രൂപത്തിൽ വരണോ? അപ്പൊ ജനാർദ്ദന സ്വാമി പറഞ്ഞു, ഇനി നീ ഒന്നും പഠിക്കണ്ട, നീ പൂർണ്ണജ്ഞാനിയാണ്. ഭാഗവതത്തിലെ ചതുശ്ലോകി ഭാഗവതത്തിന് അർത്ഥം എഴുതാൻ പറഞ്ഞു. അസ്താമലകത്തിന് അർത്ഥം എഴുതാൻ നമുക്ക് പറഞ്ഞ കഥയാണ്. അതെങ്ങനെ തുടർന്നു വരും. അദ്ദേഹത്തിന്റെ നിഷ്ഠയാണ് എന്ന് വെച്ചാൽ ഗുരുവിന്റെ രൂപത്തിൽ അദ്ദേഹത്തിന് അറ്റാച്ച്മെന്റ് ഉണ്ടോ? പിന്നീട് ഒരിക്കല് ഗുരുകുലത്തിൽ 12 വർഷം വസിച്ചു, വീട്ടിൽ നിന്ന് ഓടിപ്പോന്നതാണ്. അത് കഴിഞ്ഞ് ജനാർദ്ദന സ്വാമി പറഞ്ഞു രാമേശ്വരത്തിൽ പോയി വെള്ളം എടുത്തുകൊണ്ട് വരാനായിട്ട്. അത് ചെയ്യാൻ പോയി.
കാശിന്ന് ജലം എടുത്ത് രാമേശ്വരത്ത് പോയി അഭിഷേകം ചെയ്യാൻ പോവാണ്. അപ്പൊ ജലം എടുത്തുകൊണ്ട് പോകുമ്പോ ഏകദേശം രാമേശ്വരം എത്താറായി. നടു റോട്ടിൽ ഒരു കഴുത വെള്ളം കിട്ടാതെ വിഷമിച്ച് കിടക്കണം. അവിടെയൊക്കെ അന്വേഷിച്ച് വെള്ളം കിട്ടിയില്ല. ഒരു സംശയമില്ല, തന്റെ കയ്യിൽ രാമനാഥന് അഭിഷേകത്തിന് കൊണ്ടുവന്ന് വെള്ളം കഴുതയുടെ വായിൽ ഒഴിച്ചു കൊടുത്തു. കൂടെയുള്ള അവരൊക്കെ ചോദിച്ചു, ഏകനാഥ എന്താ ചെയ്യണത്? ഇത്രയൊക്കെ മെനക്കെട്ട് ഇത്രയും ദൂരം നമ്മള് ഗംഗാജലം എടുത്തുകൊണ്ട് വന്നു രാമനാഥന് അഭിഷേകം. ഞാൻ രാമനാഥനെ തന്നെയാണ് അഭിഷേകം ചെയ്യണത്, ഒരു സംശയമില്ല. അതാണ് ഭാഗവത ലക്ഷണം. അത്രയും ഉറപ്പ്. ഇതാണ് ജ്ഞാനത്തിന്റെ ദാർഢ്യം. നമ്മളിപ്പോ ഏകാദശ സ്കന്ധം പറയണ്ടല്ലോ, ഏകാദശ സ്കന്ധം ഏകനാഥ സ്വാമിയുടെ വ്യാഖ്യാനം നോക്കണം. അദ്ദേഹത്തിന്റെ ഗുരു മരിച്ചു എന്ന് ന്യൂസ് വന്നു. ഭാഗവതം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ കേട്ടേയില്ല. പലവട്ടം ഇവർ വന്ന് പറഞ്ഞു ജനാർദ്ദന സ്വാമി മരിച്ചു എന്ന് പറഞ്ഞിട്ട് ശ്രദ്ധിച്ചതേയില്ല അത്രേ ഭാഗവതത്തിന്റെ നടുക്ക്. അത് കഴിഞ്ഞിട്ടും ഭാഗവതം കഴിഞ്ഞ് എഴുന്നേറ്റു, എന്നിട്ടും യാതൊരു വികാരമില്ല. അപ്പോ അദ്ദേഹത്തിന്റെ ഭക്തന്മാരൊക്കെ വളരെ ആശ്ചര്യത്തോടുകൂടെ, സ്വാമി അങ്ങേപോലെ ഒരു ഗുരുഭക്തി ആരെടുത്ത് ഞങ്ങൾ കണ്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ അഭംഗമൊക്കെ തന്നെ ഏകാ ജനാർദ്ദനി എന്നാണ്. ആ ഏക എന്നുള്ളത് അദ്ദേഹത്തിന് അച്ഛനമ്മ കൊടുത്ത പേരാണ്. അതിന് കാരണം ഏകവീരാതി സംസേവ്യ എന്ന് തൃശതിയിലൊരു നാമുണ്ട് ദേവിക്ക്. അവരുടെ കുലദൈവം ഏകവീര എന്ന് പറയുന്ന ദേവിയാത്രേ. ഇതൊക്കെ ഈ ഏകാദശ സ്കന്ധം ഭാഗവതം വ്യാഖ്യാനത്തിൽ അദ്ദേഹം പറയേണ്ടത്. അതിൽ പറയണ്ട്, എന്റെ പേര് ഏകാണ്, ഞങ്ങളുടെ കുലദൈവം ഏകവീര ആണ് എന്ന് വെച്ചാൽ രണ്ടാമതൊന്നിനെ ഇരുത്തിക്കില്ല എന്നർത്ഥം. ഏകവീര, വീരമായിട്ട് ഏകത്തിനെ പിടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ ജനിച്ചതും പ്രഥമയിലാണെന്ന് എന്തോ പറയേണ്ടതില്ല ആ ഏകാദശ സ്കന്ധം വ്യാഖ്യാനം. അതുകൊണ്ട് എനിക്ക് രണ്ടാമതൊന്നില്ല. അപ്പൊ ജനാർദ്ദന സ്വാമി മരിച്ചു എന്നുള്ള ന്യൂസ് പറയുമ്പോ അദ്ദേഹത്തിന്റെ ഒരു അഭംഗം ഉണ്ടത്ര. എങ്ങനെ മരിക്കണ ഗുരുവും അത് കേട്ടിട്ട് കരയണ ശിഷ്യനും, ആ ഗുരു ഗുരുവുമല്ല ശിഷ്യൻ ശിഷ്യനും അല്ലാതെ മരിച്ചു പോകണ ഒരു ഗുരു, അത് കേട്ട് കരയണ ഒരു ശിഷ്യൻ. അത്രയും ജ്ഞാനനിഷ്ഠ. 12 വർഷം കഴിഞ്ഞ് ഈ രാമേശ്വരത്തും തിരിച്ചു വരുമ്പോ അവരുടെ അച്ഛനും മുത്തശ്ശനും മുത്തശ്ശിയും, അച്ഛനും അമ്മ ഉണ്ടായില്ല. ജനാർദ്ദന സ്വാമിയുടെ അടുത്ത് പറഞ്ഞു ഏകനാഥനെ വിവാഹം കഴിക്കാൻ പറയണമെന്ന് പറഞ്ഞു. കത്തെഴുതി കൊടുത്തയച്ചു. അത് അതേപടി അനുസരിച്ചു, ഒരു കംപ്ലൈന്റും ഇല്ല. എല്ലാം ആ ജീവിതം മുഴുവൻ അങ്ങനെ അസ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ, സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണമാണ്. അപ്പോ ഗുരുകൃപ എന്ന് പറയണത് നമ്മളെ ആ ക്ഷണം പൂർണ്ണമാക്കണത്താണ്. ഗുരു കാട്ടിത്തന്ന വഴി തെറ്റാതെ മുക്തി അടയേണ്ടതാകുന്നു. തന്നെ തന്നുടെ ജ്ഞാനദൃഷ്ടി കൊണ്ട് തന്നെ അറിയണം. എന്നുവെച്ചാൽ ഗുരു കാണിച്ചു തരണോ, നമുക്ക് ഉള്ളിലെ പ്രത്യഭിജ്ഞ ഉണ്ടാവണം. ആ ജ്ഞാനവിചാരത്തിൽ മാത്രം ശ്രദ്ധ മതി. ഒരുപാട് കാര്യങ്ങൾ അറിയൊന്നും വേണ്ട. കഥിതത്വാനി വിശ്വേശ എന്ന് വൈകുന്നേരം ചോദിച്ചില്ലേ, അതുപോലെ ഇവിടെ ഭഗവാനോട് ചോദിക്കുമ്പോൾ ഭഗവാന്റെ അടുത്ത് പറയേണ്ട, മുക്തിയിൽ ഇച്ഛയുള്ളവർ ഈ തത്വങ്ങളുടെ കണക്കൊക്കെ അറിയണമെന്ന് വെച്ചാൽ കുപ്പയെ ചുട്ടേരിക്കേണ്ടവൻ അതിനെ തെരഞ്ഞു നോക്കുന്നതിലൊന്നും പ്രയോജനമില്ലാത്തതുപോലെ അവനവനെ മറച്ചുകൊണ്ടിരിക്കുന്ന തത്വങ്ങളെ ഒന്നായി തള്ളിക്കളയാതെ അവിടെ എണ്ണം കടക്കെടുക്കുന്നതിലും അവിടെ ക്രമങ്ങളെ ആരായുന്നതിലും ഫലമില്ല.
പ്രപഞ്ചത്തെ ഒരു സ്വപ്നം പോലെ ഗണിച്ചുകൊള്ളണം. ജാഗ്രത ദീർഘം, സ്വപ്നം ക്ഷണികം എന്നല്ലാതെ വേറെ ഒരു ഭേദവുമില്ല. ജാഗ്രതയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വ്യവഹാരങ്ങളെല്ലാം എങ്ങനെ സത്യമെന്ന് തോന്നുന്നുവോ അതുപോലെ സ്വപ്നത്തിൽ നടക്കുന്ന വ്യവഹാരങ്ങളും ഉള്ളതായി ആ സമയത്ത് തോന്നും. സ്വപ്നത്തിൽ മനസ്സ് വേറെ ഒരു ശരീരത്തെ അംഗീകരിക്കുന്നു. ജാഗ്രത് സ്വപ്നങ്ങൾ രണ്ടിലും വിചാരങ്ങളും നാമരൂപങ്ങളും ഏകകാലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ജാഗ്രതത്തിനും സ്വപ്നത്തിനും ഒരു വ്യത്യാസമില്ല. സ്വപ്നം കുറച്ചു നേരത്തേക്ക് നിൽക്കണു, അത് നമ്മളിപ്പോഴാണല്ലോ പറയണത്. ജാഗ്രതത്തില് സ്വപ്നം നടക്കുമ്പോൾ അതിന് അതിൻ്റെതായ ടൈമുണ്ട്, ജാഗ്രതത്തിൽ അതിൻ്റെതായ ടൈമുണ്ട്. ഇതൊരു സ്വപ്നം, അതൊരു സ്വപ്നം. സ്വപ്നങ്ങളുടെ ഉള്ളിൽ സ്വപ്നം ഇങ്ങനെ നീണ്ടു നടക്കുകയാണ്. ഇപ്പൊ നമുക്ക് കഴിഞ്ഞുപോയ കാലമൊക്കെ എവിടെയുണ്ട്? മെമ്മറിയിൽ മാത്രമല്ലേ ഉള്ളൂ, അല്ലേ? എനിക്ക് ഇത്ര വയസ്സായി എന്ന് പറഞ്ഞാൽ എത്ര വയസ്സ് എവിടെയുണ്ട്? എന്റെ മെമ്മറിയിലേ ഉള്ളൂ. ഇപ്പൊ ഒന്നും പ്രസന്റ് മൊമെന്റിലൊന്നുമില്ല. 50 വയസ്സായി, 40 വയസ്സായി, 30 വയസ്സായി, മെമ്മറിയിലേ ഉള്ളൂ. മെമ്മറിയിലുള്ളത് വെറും ഡ്രീം പ്രോഡക്റ്റ് അല്ലേ, ഡ്രീം സ്റ്റഫ് അല്ലേ? പ്രസന്റ് മൊമെന്റ്, ഇപ്പോ എന്ന് പറയുന്ന ഈ ക്ഷണമുണ്ടല്ലോ, അത് മനസ്സിനെ സ്പർശിക്കാനും പറ്റില്ല. മനസ്സുകൊണ്ട് തൊടുമ്പോഴേക്കും പാസ്റ്റായി. മനസ്സുകൊണ്ട് അറിയണതൊക്കെ തന്നെ മനസ്സിന് പേരാണ് സ്വപ്നം. നമ്മളുടെ ചിത്ത് അനുഭവം എന്ന് പറയുന്നത് നമ്മളുടെ സെൽഫാണ്, സത്താണ്. സുഖം എന്നത് ആത്മസ്വരൂപം തന്നെ. സുഖവും ആത്മസ്വരൂപവും വേറെയല്ല. സുഖം നമ്മളുടെ സ്വസ്വരൂപമാണ്. അതുകൊണ്ടാണ് സുഷുപ്തിയില് എല്ലാത്തിനെയും മാറ്റിക്കളയുമ്പോൾ സുഖം മാത്രം നിൽക്കണത്. സുഖത്തിന് പുറത്തുനിന്ന് ഒരു വിഷയവും ആവശ്യമില്ല, ശരീരം പോലും ആവശ്യമില്ല, നമ്മളുടെ പേഴ്സണാലിറ്റി പോലും ആവശ്യമില്ല. ഉറങ്ങുമ്പോ ഇതൊന്നുമില്ലാതെ സുഖമായിട്ടിരുന്നു എന്ന് പറയണം. വെളിയിലുള്ള ദ്രവ്യങ്ങളൊന്നുമില്ലാതെ സുഖമുണ്ട്. നമ്മളുടെ വ്യക്തിത്വം തന്നെ ഇല്ലാതെ സുഖമുണ്ട്. പ്രപഞ്ചമില്ലാതെ സുഖമുണ്ട്. സുഖം ആത്മസ്വരൂപമാണ്, അല്ലാതെ ദ്രവ്യ വ്യക്തി സംയോഗമല്ല. സുഖം നിത്യസിദ്ധമാണ്. എല്ലാം വിട്ടുകഴിഞ്ഞാൽ ഉള്ളത് സുഖമാണ്. എല്ലാം പോയി കഴിഞ്ഞാൽ അവസാനം സുഖം മാത്രം നിൽക്കും. ഖം ബ്രഹ്മ, ഖം ബ്രഹ്മ, സുഖം. ഖം എന്ന് മാത്രമേ പറയുള്ളൂ. ഖം എന്ന് വെച്ചാൽ അനന്തമാണ്. ആകാശം എന്ന് പറയണു, സുഖം എന്ന് പറയണു. സുഖം നമ്മളുടെ സ്വരൂപമാണ്. അതിന് പുറത്ത് ഒരു ദ്രവ്യവും വേണ്ട. ചുമ്മാ ഇരുന്നാലും സുഖമാണ്. എന്തെങ്കിലും ചെയ്യണമെന്നില്ല, പുറത്തുനിന്ന് എന്തെങ്കിലും നേടിയെടുക്കണമെന്നില്ല, എന്തെങ്കിലും കാണുകയോ കേൾക്കുകയോ സങ്കല്പിക്കുകയോ ഒന്നും വേണ്ട. അങ്ങനെ ഇരുന്ന് നോക്കൂ. കുറച്ചു നേരം ജസ്റ്റ് അക്സെപ്റ്റ്. ശാസ്ത്രത്തിനെ, ഗുരുവചനത്തിനെ സ്വീകരിച്ച് നമ്മളുടെ സ്വരൂപം തന്നെ സുഖമാണ്. അതിന് ധ്യാനം പോലും ചെയ്യണ്ട. മനസ്സിലെ വിചാരങ്ങൾ വരണം, വന്നിട്ട് പോട്ടെ. ഉറക്കം വരണോ? ഉറങ്ങ. അലേർട്ടായിട്ടിരിക്കണോ? നല്ലത്.
പ്രാപഞ്ചിക പദാർത്ഥങ്ങളിൽ ഒന്നിൽ നിന്നെങ്കിലും സുഖമെന്നത് ലഭിക്കുന്നതല്ല. അവയിൽ സുഖം കിട്ടുമെന്ന് നാം നമ്മുടെ അവിവേകത്താൽ വിചാരിക്കുന്നു. മനസ്സ് പുറമേക്ക് പോകുമ്പോൾ ദുഃഖത്തെ അനുഭവിക്കുന്നു. വാസ്തവത്തിൽ നമ്മുടെ കാര്യങ്ങൾ പൂർത്തിയാവുന്നതോടുകൂടി മനസ്സ് തന്നുടെ യഥാർത്ഥ സ്ഥാനത്ത് തിരിച്ചു വന്ന് ആത്മസുഖത്തെ തന്നെ അനുഭവിക്കണം. ഒരു വസ്തു വേണമെന്ന് ആഗ്രഹിച്ചു, അപ്പൊ ഡിസ്റ്റർബൻസ് ഉണ്ടായി ഉള്ളില്, ആഗ്രഹം കാരണം. എന്നിട്ട് ആ വസ്തു കിട്ടിക്കഴിഞ്ഞപ്പോ ആ ആഗ്രഹം അടങ്ങി, അപ്പൊ സുഖം വന്നു. സുഖം വന്നത് ആ വസ്തു കിട്ടിയത് കൊണ്ടതല്ല, ഈ ആഗ്രഹം അടങ്ങിയത് കൊണ്ടാണ്. പക്ഷെ നമ്മൾ ധരിക്കുന്നത് ആ വസ്തു കിട്ടിയപ്പോ സുഖം വന്നു എന്നാണ്. ഒരു സാധനം കണ്ടു കൊതിച്ചു, ഇത് വേണം വേണം. കൊച്ചുകുട്ടികളൊക്കെ പറയും ഈ കളിപ്പാട്ടം വേണം, അത് വേണം, ഇത് വേണം, ഒക്കെ കണ്ടുവെച്ച് നോക്കി. അപ്പൊ ഒരു ഡിസ്റ്റർബൻസ്. അത് വാങ്ങിച്ചുകൊണ്ട് വന്നു, സന്തോഷായി. പിന്നെയോ അത് അവിടെ കിടക്കും. അതേപോലെ തന്നെ നമ്മൾ വലിയവരും നമ്മളുടേതായ ഓരോ കളിപ്പാട്ടങ്ങളെ ആഗ്രഹിക്കും. കിട്ടുന്നവരെ ഡിസ്റ്റർബൻസ് ആണ്. കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സുഖമായി, പിന്നെ അതിനെ ശ്രദ്ധിക്കുകയില്ല. കിട്ടിയ വസ്തുക്കളിലൊന്നും ആർക്കും ഒരു ഉത്സാഹമില്ല. കിട്ടാത്ത വസ്തുക്കളിലാണ് മനസ്സിങ്ങനെ ബഹിർമുഖമായിട്ട് അലയണത്. ഈ ഒരു അവിവേകം, ഈ ഒരു ദോഷത്തിനെ നീക്കണത്തിനാണ് നമ്മൾ വേദാന്ത വിചാരം ചെയ്യണത്. ഒന്നും കിട്ടാനില്ല എന്നറിയാനാണ്. പുറത്തുനിന്നൊന്നും കിട്ടാനില്ല. നാപ്യം. തത്വമസി നിത്യോപലബ്ധി സ്വരൂപോഹമാത്മാ. കിട്ടണതൊക്കെ പോയി പോകും, ലഭിക്കണതൊക്കെ നഷ്ടപ്പെട്ടു പോകും. വെളിയിൽ നിന്ന് എന്തിനെങ്കിലും ആശ്രയിച്ചൊരു സുഖം കിട്ടിയാൽ ആ ആശ്രയം പോയാൽ സുഖവും പോകും. അപ്പൊ പുറത്തൊരു വസ്തു ലഭിച്ചു കഴിഞ്ഞാൽ സുഖമായോ? എത്ര നേരത്തേക്ക്? പിന്നെ വേറെ ഒരു വസ്തു. ഈ തത്വം അറിഞ്ഞവന് ഫിസിക്കൽ നെസസിറ്റീസ് അല്ലാതെ വേറെ ഒന്നുമില്ല. വിശക്കുമ്പോ ഊണ് കഴിക്കണം, ഉറക്കം വന്നാൽ ഉറങ്ങണം. അത് പ്രകൃതിയുടെ കാര്യം. അല്ലാതെ അവന് ഇത് വേണം, അത് വേണം, ഇങ്ങനെ വേണം, അങ്ങനെ വേണം ഒന്നുമില്ല. അവന്റെ അറിവ് ആത്മാവിലാണ് സുഖം എന്നതിനെ സ്വീകരിച്ചിരിക്കണം. സുഖത്തിനെ തന്റെ സ്വരൂപമായി അറിഞ്ഞവന് അത് നഷ്ടപ്പെടുകയില്ല. മനസ്സിന്റെ മൂഡ്സ് പോലും സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം ചേർന്നതാണ്. അതുകൊണ്ട് അതും സുഖമല്ല. സുഖം ആത്മസ്വരൂപമാണ്. ഉറക്കം, സമാധി, മൂർച്ഛ മുതലായ കാലങ്ങളിലും ഇഷ്ടപദാർത്ഥം ലഭിക്കുമ്പോഴും അനിഷ്ടപദാർത്ഥം നശിക്കുമ്പോഴും മനസ്സ് അന്തർമുഖമായ ആത്മസുഖത്തിനെ അനുഭവിക്കുന്നു. നമുക്കിഷ്ടമില്ലാത്ത ആളുകളൊക്കെ ഒന്ന് പോയാൽ വേണ്ടില്ല എന്ന് തോന്നുന്നു. ഇഷ്ടമുള്ളതൊക്കെ കിട്ടിയാൽ വേണ്ടില്ല എന്ന് തോന്നുന്നു. അങ്ങനെ സംഭവിക്കുമ്പോൾ കുറച്ചു നേരത്തേക്ക് ആത്മസുഖത്തിനെ അനുഭവിച്ചു. പിന്നെയും പുറത്തേക്ക് വരും. ഒഴിവില്ലാതെ അലയാണ്. മരത്തിന്റെ കീഴിൽ നിന്ന് സുഖം അനുഭവിക്കുന്നു, വെയിലിൽ പോയി ചൂട് അനുഭവിക്കുന്നു. ഇങ്ങനെ അലഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ വിട്ട് ചിത്തവൃത്തികളുടെ പുറകെ ഓടി നടക്കാതെ സ്വസ്വരൂപത്തില്
നിഷ്ഠമായിട്ടിരിക്കുന്നത് തന്നെയാണ് സുഖം. തങ്കൽ തന്നെ മനസ്സ് വയ്ക്കുന്നതാണ് ആത്മവിചാരം. താൻ ആത്മാവാണ്, ബ്രഹ്മമാണെന്നുള്ള ഭാവനയാണ് ധ്യാനം. ഞാൻ ബദ്ധനായിരിക്കണു എന്ന് തോന്നുമ്പോ ഞാൻ ആരാണെന്ന് വിചാരം ചെയ്ത് ബന്ധം തനിക്കില്ല എന്നറിയണതാണ് മുക്തി. ഇത്രയും പറഞ്ഞാണ് ഭഗവാൻ ഇത് അവസാനിപ്പിക്കുന്നത്. ബന്ധം കൽപ്പന മാത്രമാണ്. ബന്ധം വാസ്തവത്തിൽ ഉണ്ടെങ്കിൽ മുക്തി സാധ്യമല്ല. എന്തുണ്ടോ അത് ഇല്ലാതാക്കാൻ ഒരു വസ്തുവിനും പറ്റില്ല. സത്യമായതിനെ ഇല്ലാതാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ബന്ധം വെറും കൽപ്പന മാത്രമാണ്. ആത്മാവിൽ അജ്ഞാനത്തിന് ഇരിക്കാനേ പറ്റില്ല. വേണ്ട വിധത്തില് ഒരു സദ്ഗുരുവിന്റെ അടുത്ത് വേദാന്ത ശ്രവണം ചെയ്യുമ്പോൾ നമുക്കറിയണത് അജ്ഞാനം, സംസാരം, ദുഃഖം എന്ന് പറയണത് സ്വസ്വരൂപത്തിൽ അത്യന്താഭാവത്തോടു കൂടിയതാണെന്നാണ്. എന്നുവെച്ചാൽ അത് മുൻപില്ല, മുൻപ് ഉണ്ടായിട്ടില്ല, ഇപ്പൊ ഇല്ല, ഇനി ഫ്യൂച്ചറിൽ ഉണ്ടാവാനും പറ്റില്ല. സൂര്യനില് ഇരുട്ട് നിൽക്കുവോ? അതുപോലെ ആത്മസ്വരൂപത്തില് അജ്ഞാനം, അവിദ്യ, അഹങ്കാരം, ബന്ധം നിൽക്കുകയേയില്ല. തന്നെ ശരീരമായിട്ടും മനസ്സായിട്ടും ഈ വ്യക്തിയായിട്ടും ഒക്കെ അംഗീകരിച്ചിരിക്കുമ്പോൾ ദുഃഖമുണ്ട്. അതൊക്കെ അതിന്റെ ദുഃഖമാണ്. ഭാഗവതത്തില് ഏകാദശത്തില് വൈകുന്നേരം പറയാമോ, ഒരു വൃക്ഷം നിൽക്കുന്നുണ്ട്. ആ വൃക്ഷം ജനിച്ചപ്പോ ഞാൻ ജനിച്ചു എന്ന് ധരിക്കുക. ആ വൃക്ഷത്തിന് ആരെങ്കിലും വെട്ടിയാൽ എനിക്ക് വേദന ഉണ്ടാവുക. ആ വൃക്ഷം വീണുപോയാൽ ഞാൻ മരിച്ചു എന്ന് ധരിക്കുക. ഇതുപോലെയാണ് ഈ ശരീരത്തിന്റെ ജനനം, മരണം, വളർച്ച, ഇതിനൊക്കെ സ്വരൂപത്തിൽ ആരോപണം ചെയ്യണത്. ആ പുറത്തു നിൽക്കുന്ന മരത്തിനും ഈ ദേഹത്തിനും ഒരു വ്യത്യാസമില്ല. എന്താന്ന് വെച്ചാൽ ആ മരത്തിന്റെ ഉള്ളിലുള്ള പ്രോസസ്സൊക്കെ അറിയണമെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു മെഷീൻ ഉപയോഗിച്ച് വേണം അറിയാൻ. അതേപോലെ തന്നെ എന്റേന്ന് പറഞ്ഞ ഈ ശരീരവും സ്വതന്ത്രമായി എനിക്ക് ഒരു അറിവും തരണില്ല. അതിലെന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതറിയണമെങ്കിലും ഒരു മെഷീനൊക്കെ വെച്ച് നോക്കേണ്ടിയിരിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാനെന്ന് പറഞ്ഞ ഈ ദേഹം, അതിൽ ലിവർ, ഇൻഡസ്റ്റൈനും കിഡ്നിയൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ആരൊക്കെയോ പറഞ്ഞു തന്നതാണ്. ഇനിയിപ്പോ അതിലെന്തൊക്കെ കുഴപ്പമുണ്ടെന്ന് അറിയണമെങ്കിലും ഒരു മെഷീനൊക്കെ വെച്ച് നോക്കണം. അതെങ്ങനെ ഞാനാവാൻ പറ്റും? ഞാൻ എന്ന് പറയുന്ന ഈ ദേഹം തന്നെ എന്റെ അനുഭവത്തിലില്ല. പുറത്തൊരു മരത്തിനെ എങ്ങനെ പഠിക്കണോ അതുപോലെ തന്നെയാണ് ഈ ശരീരത്തിനെയും ഞാൻ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ മരത്തിനോട് എനിക്ക് എത്ര സ്വത്വമുണ്ടോ അത്രേ ഇതിനോട് ഉണ്ടാവാൻ പറ്റുള്ളൂ. അല്ലല്ല, ശരീരത്തിന് നുള്ളിയ വേദനിക്കും, മരത്തിനെ നുള്ളിയാൽ നമുക്ക് വേദനിക്കില്ലല്ലോ. ശരീരത്തിന് തണുപ്പും ചൂടും ഒക്കെ ഉണ്ട്, അതുപോലെ മരത്തിന്റെ വിഷമങ്ങൾ നമ്മളെ വേദനിപ്പിക്കണില്ലല്ലോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന് ഉത്തരം ആചാര്യസ്വാമികൾ അടുത്ത് ഭാഷ്യത്ത് പറയണത്, ശരീരത്തിലെ ഫാക്ച്വലായിട്ടുള്ള പെയിൻ, പ്ലഷർ ഉണ്ട്. പക്ഷെ അതിനേക്കാളും ഡീപ്പർ പെയിൻ ഒരുപക്ഷെ നിങ്ങൾക്ക് സ്വത്വമുള്ള വസ്തുക്കൾക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവും. ഇപ്പോ ശരീരത്തിന് എന്തെങ്കിലും മുറിവോ മറ്റോ ഒക്കെ തട്ടിയാൽ നമ്മൾ സഹിച്ചോളും. പലരുണ്ട് ഹോസ്പിറ്റലിൽ പോയാൽ കാല് മുറിഞ്ഞ് കിടക്കണം, ചിരിച്ചോണ്ട് തമാശയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും, വേദനയുണ്ട് എന്നൊക്കെ പറയും. അതേ ആളുടെ ഭാര്യയ്ക്കോ കൊച്ചുകുട്ടിക്കോ എന്തെങ്കിലും സംഭവിച്ചാൽ അയാൾ കിടന്ന് പെടയണത് കാണണം നിങ്ങൾ. അതായത് തന്റെ ശരീരത്തിനെ വന്നതിനേക്കാളും ഒക്കെ എത്രയോ ഡീപ്പർ ലെവലിലുള്ള പെയിൻ തന്റേതെന്ന് കരുതുന്ന, താനല്ലാത്തതായിട്ടുള്ള തന്റേതെന്ന് കരുതുന്ന വസ്തുക്കൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമ്പോ ഉണ്ടാവുന്നുണ്ട് അല്ലേ? അപ്പോ വേദന ഉണ്ടാവുക എന്നുള്ളത് മാത്രം ആത്മാവാണെന്നുള്ളതിന് കാരണമൊന്നുമല്ല എന്നാണ് ഭാഷ്യകാരന്റെ വചനം. വേദന ഉണ്ടാവണമെന്നുള്ള ഒരു യുക്തിയേ അല്ല നിങ്ങളുടെ സ്വരൂപമാണെന്നുള്ളതിന്. അതുകൊണ്ട് ശരീരം നുള്ളിയാ വേദനിക്കണമെന്നുള്ളത് കൊണ്ട് ശരീരം സ്വരൂപമൊന്നുമല്ല. ശരീരത്തിന് തീ തൊട്ടാ പൊള്ളണമെന്നുള്ളതുകൊണ്ട് ശരീരം സ്വരൂപമൊന്നുമല്ല. അതിനൊരു തരത്തിൽ വേദന ഉണ്ടാവുന്നു. പുറത്ത് വസ്തുക്കൾ നടക്കുമ്പോൾ സ്വത്വം കൊണ്ടാണ് വേദന. പ്രകൃതി നാച്ചുറലായിട്ട് സ്വത്വം എടുക്കുന്നു ഡീപ്പ് സ്ലീപ്പിൽ അല്ലെ? ഒരു ട്രാങ്കുലൈസർ കൊടുത്താൽ അല്ലെങ്കിൽ ഒരു അനസ്തീഷ്യ കൊടുത്താൽ ആർട്ടിഫിഷ്യലായിട്ട് അതിനോടുള്ള മമതയെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ പോയി.
ഉറങ്ങിക്കഴിഞ്ഞാൽ പോയി, മറന്നു കളഞ്ഞാൽ പോയി. അപ്പൊ അതൊരു നേച്ചറാണത്, പ്രകൃതിയാണ് ശരീരം. പ്രകൃതി ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്വാതന്ത്ര്യമില്ല അതില്. നമുക്ക് ദേഹത്തിന്റെ പ്ലെയിനിൽ ഫ്രീഡം സാധ്യമല്ല. നമ്മൾ എല്ലാവരും സമാനരാണ്. ജീവൻ മുക്തനും ഒരു സാധാരണ ലൗകികനും ഒക്കെ തന്നെ ശരീരത്തിന്റെ കർമാകർമ്മങ്ങളിൽ ഒരേപോലെയാണ്. ഒരു വ്യത്യാസം ഉണ്ടാവാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ തത്വജ്ഞാനിയായ ഒരാള് വളരെ നാച്ചുറലായിട്ടിരിക്കും. ഛാന്തോഗ്യോപനിഷത്തിൽ പറയണത് ശരീരം ഇല്ലാതായി കഴിഞ്ഞാൽ ശരീരം പ്രകൃതിയിലുള്ള ഒരു വസ്തുവായിട്ട് മാറുമത്രേ. ഇടി, മിന്നല്, മഴ എന്നുള്ളതൊക്കെ പോലെ ജ്ഞാനിയുടെ ശരീരം പ്രകൃതിയിലുള്ള ശക്തികളെ പോലെ പ്രവർത്തിക്കും എന്നാണ്. അഹങ്കാരം ഇല്ല കൺട്രോൾ ചെയ്യാനേ. അപ്പൊ അത് നാച്ചുറൽ ഫിനോമിനായിട്ട് മാറും എന്നാണ് അദ്ദേഹം. യഥാ സ്തനയിത്നുഹു യഥാ അബ്രം യഥാ വായുഹു എന്നാണ്. പക്ഷെ ആ സ്വത്വം തന്നിൽ ആരോപണമില്ല എന്നുള്ളത് മാത്രമാണ് വ്യത്യാസം. അപ്പൊ ശരിക്കും അജ്ഞാനം നീങ്ങുക എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അല്ലാതെ അറ്റൈൻമെന്റ് ഒന്നുമില്ല. അജ്ഞാനം അങ്ങോട്ട് നീങ്ങിയാൽ ഇവിടെ തന്നെ നമ്മള് അശരീരം വാവസന്ധം ന പ്രിയാപ്രിയേ സ്പൃശത തദേവാസ്യ വാസ്തവം സ്വരൂപം യത് അശരീരത്വം നാമ എന്ന് ആചാര്യസ്വാമികളെടുത്തു. സുഷുപ്തിയിൽ എങ്ങനെ ദേഹാദികളോട് സംബന്ധമില്ലാതെ ആത്മാവ് സുഖസ്വരൂപമായിട്ടിരുന്നു, അതേപോലെ തന്നെ ജാഗ്രത അവസ്ഥയിൽ ദേഹാദികളോട് യാതൊരു സംബന്ധമില്ലെന്നുള്ള അറിവോടുകൂടെ സുഖസ്വരൂപമായിട്ട് ഇരിക്കാൻ കഴിയും ആ അജ്ഞാനം നീങ്ങിക്കഴിഞ്ഞാൽ. അജ്ഞാനം നീങ്ങണതോ വിചാരം കൊണ്ട് ഈ മാറാലയൊക്കെ ബുദ്ധിന്ന് പതുക്കെ നീക്കണം. നീക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു കുഴപ്പവുമില്ല. ഉന്നെ ഇനി അറിന്തായാകിൽ ഉനക്ക് ഓർ കേടുമില്ല. കൈവല്യ നവനീതത്തിലെ പാട്ട്. നീ എന്നെ അറിഞ്ഞാൽ നിനക്ക് ഒരു കേടുമില്ല എന്നാണ്. ഒരു കുഴപ്പമില്ല. ഈ കേട് വരുന്ന സാധനം ഒന്നും നീയല്ല. അല്ല, ഇനിയിപ്പോ ശരീരം ഞാനാണെന്ന് ധരിച്ചാൽ കേടുവരും. ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ? പ്രകൃതിയുടെ ഉള്ളിലാണല്ലോ എല്ലാവരും സമാനമാണ്. വെറുതെ അഭിമാനിക്കാം എന്നല്ലാതെ. ചില ആളുകളൊക്കെ യോഗ ചെയ്തു അതുകൊണ്ട് ഞങ്ങൾക്ക് സൂക്കേടൊന്നും വരില്ല. തിരുവണ്ണാമലയിൽ ഒരാളുണ്ടായിരുന്നു, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം ബ്രഹ്മചാരി ആയിരുന്നു, യോഗ ടീച്ചറായിരുന്നു. അദ്ദേഹം പറഞ്ഞു അവസാനം, ഞാന് ഒരുപാട് പേർക്ക് ഡയബറ്റീസ് വരാതിരിക്കാൻ വേണ്ടിയുള്ള യോഗ സ്പെഷ്യലൈസ് ചെയ്തിട്ട് പറഞ്ഞു കൊടുത്തു. ഇപ്പൊ എനിക്ക് 300 കുറയണില്ല എന്നാണ്. എന്ത് ചെയ്യും? ഒരുപാട് പേർക്ക് സ്പെഷ്യലായിട്ട് പഠിപ്പിച്ചതാണ്, ഇപ്പൊ 300 കുറയണില്ല. അതുപോലെ പല ആളുകള്. അപ്പൊ ഇതൊക്കെ നടക്കുമ്പോ നടക്കും, അത്ര തന്നെ. അത് പ്രകൃതിയാണ്. ഇപ്പൊ മഴ പെയ്തു, നമ്മൾ പറഞ്ഞിട്ടാണോ മഴ പെയ്യണത്? മഴ പെയ്യാതിരിക്കണം നമ്മൾ പറഞ്ഞിട്ടാണോ? അത് നടക്കണം. അതുപോലെ ശരീരത്തിൽ പലതും നടക്കും. ഓരോരുത്തരുടെ ശരീരപ്രകൃതി ഓരോ പോലെ ഉണ്ടാവും. ചിലർക്ക് ജിലേബിക്ക് പഞ്ചസാര തൊട്ടുകൂട്ടിയാലും ഷുഗർ വരില്ല. ചിലർക്ക് ഒന്നും ഷുഗറേ കഴിക്കില്ലെങ്കിൽ ഷുഗർ വരും, എന്തെങ്കിലുമൊക്കെ വരും. അതൊക്കെ പ്രാരബ്ധം, നിയതി, പല കാരണങ്ങൾ കൊണ്ട് നടക്കും. ഇതിനൊന്നും ഇപ്പൊ എക്സ്പ്ലനേഷൻ ഇല്ല. ഇതൊക്കെ പ്രകൃതിയിൽ നടക്കുന്ന സംഭവങ്ങളാണ്. താൻ തന്നിലിരിക്കാം, അവിടെ മാത്രമാണ് നമുക്ക് സ്വാതന്ത്ര്യം. അല്ലാതെ ദേഹത്തിനെ മാറ്റിമറിക്കാൻ പറ്റില്ല. ഇതിനേക്കാളും വേറെ ഒരു രസമായൊരു കാര്യം പറയാം. എ ഹെൽത്തി പേഴ്സൺ ഈസ് നോട്ട് എ ബെറ്റർ പേഴ്സൺ ദാൻ എൻ അൺഹെൽത്തി പേഴ്സൺ. പലപ്പോഴും രോഗികളായിട്ടുള്ളവർ സന്തോഷമായിട്ടിരിക്കുകയും ആരോഗ്യമുള്ളവർ ഒരു സമാധാനം ഇല്ലാതിരിക്കുകയും നിങ്ങൾക്ക് ലോകത്തിൽ കാണാം. ആരോഗ്യമൊക്കെ ഉണ്ട്, നല്ല പെർഫെക്റ്റ് ആരോഗ്യമാണ്, സമാധാനമേ ഇല്ല. അതിനെക്കുറിച്ച് ആലോചിച്ചൊരു സന്തോഷമില്ല, ഒന്നുമില്ല. ചിലർക്ക് പല രോഗങ്ങൾ ഉണ്ടായിരുന്നിട്ട് സന്തോഷമായിട്ട്. അപ്പോ ഈ
പൂർവാപരമൊക്കെ വിചാരം ചെയ്യണം. ഈ പൂർവാപരമൊക്കെ ചിന്തിച്ച് ഒന്നുകൊണ്ടും മോഹിച്ചു പോവാതെ അചലമായിട്ടിരിക്കണം എന്നാണ്. ശ്രുതി വിപ്രതിപന്നാതെ യഥാസ്ഥാസ്യതി നിശ്ചല സമാധൗ അചലാ ബുദ്ധി തഥാ യോഗമവാപ്സ്യസി. എല്ലാം അങ്ങടും പൂർവവും അപരവും ഒക്കെ ചിന്തിച്ച് ഒരു വിധത്തിലുള്ള കുഴപ്പങ്ങളും നമ്മളെ വിസിറ്റ് ചെയ്യാത്ത വിധത്തിൽ സർവതോ ഭദ്രമാക്കി ജ്ഞാനനിഷ്ഠനായിട്ട് ഇരുന്നു കൊള്ളണം. എന്നുവെച്ചാൽ അപ്പൊ ശരീരത്തിന് ആരോഗ്യത്തിന് വേണ്ട വഴിയൊന്നും നോക്കണ്ടേ, അതൊക്കെ നോക്കിക്കൊള്ളാം. ആഹാരം കഴിക്കണ്ടേ, കഴിച്ചുകൊള്ളാം. എക്സസൈസ് എടുക്കണ്ടേ, എടുത്തുകൊള്ളുക. എത്ര കണ്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ, ലൗകിക ജീവിതത്തിൽ എത്ര കണ്ട് സൗഖ്യമായിട്ടിരിക്കാൻ പറ്റുമോ അത്രയും സൗഖ്യമായിട്ടിരിക്കാൻ എന്തൊക്കെ ചെയ്യണം ഒക്കെ ചെയ്യണം. അത് കോമൺ സെൻസാണ്. അതിപ്പോ നമുക്ക് ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അതും കൂടെ ചെയ്തിട്ടില്ലെങ്കിൽ അയാൾ വിഡ്ഢിയാണ്. അതിനു വേണ്ട ബുദ്ധി ഉപയോഗിച്ചുള്ള ആ കോമൺ സെൻസ് ഉപയോഗിച്ചുള്ള അതൊക്കെ ചെയ്തോളാം. പക്ഷേ അതിൽ കൂടുതൽ അതിൽ എക്സ്പെക്ട് ചെയ്യണ്ട. ഇതൊക്കെ ശരിയായിട്ടിരുന്നാലേ ഞാൻ സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ എന്ന് വിചാരിക്കണ്ട. അത് അതിന്റെ വഴി, അതിന്റെ പ്ലെയിൻ വേറെ, അതിന്റെ മണ്ഡലം വേറെ. അവിടെ ഉപയോഗിക്കേണ്ട ബുദ്ധിയും കാര്യങ്ങളും കോമൺ സെൻസും മരുന്നും ശാപ്പാടും എക്സസൈസും പണം സമ്പാദിക്കലും ജോലിയെടുക്കലും അതൊക്കെ അവിടെ. ഇത് വേറെ ഒരു മണ്ഡലം. ഇവിടെ സത്യത്തിനെ അറിഞ്ഞ് സ്വതന്ത്രരായിക്കൊള്ളുക. ഇതൊക്കെ കൂടി ചേർന്നാലാണ് സനാതനധർമ്മം എന്ന് പറയുന്നത്. ഇതൊക്കെ കൂടെ സമഗ്രമാവുമ്പോഴാണ് സനാതനധർമ്മം. നമുക്ക് ആത്മാവിൽ മാത്രമേ പെർഫെക്ഷൻ ഉള്ളൂ എന്ന് പറയുന്നതാണ് വേദാന്തം. ലോകത്തിൽ പെർഫെക്ഷൻ സാധ്യമല്ല എന്ന് അവർക്ക് നല്ലവണ്ണം അറിയാം. അതവര് പലവട്ടം നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്നതാണ്. ഇവിടെയോ സ്വർഗാദി ലോകങ്ങളിലോ എവിടെയും നിനക്ക് പൂർണ്ണ സുഖം സാധ്യമല്ല. ഇവിടെ എല്ലാ കാര്യവും നീ വിചാരിക്കണ പോലെ ഒന്നും നടക്കാൻ പറ്റില്ല. അങ്ങനെ നടന്നാൽ നീ ഇവിടെ തന്നെ ഇത് തന്നെ മുക്തിയായി പോകും. അതുകൊണ്ട് ഇതിന്റെ ഇംപെർഫെക്ഷൻസ്, ഇതിന്റെ കുഴപ്പങ്ങള്, ഇതിന്റെ പ്രശ്നങ്ങള് ഇതൊക്കെ ഉള്ളപ്പോ തന്നെ ആത്മജ്ഞാനം കൊണ്ട് ധൈര്യം സമ്പാദിക്കുക. ധൈര്യത്തിനാണതേ. അല്ലെങ്കിൽ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഈ ധൈര്യത്തിനെയാണ് നമ്മൾ കടമുഴക്കി കളയാം. ഭയം വന്നു പിടികൂടും. ആ ഭയം പിടികൂടാതിരിക്കണമെങ്കിൽ ഈ ശാസ്ത്രം കൊണ്ട് ഉള്ളിൽ അങ്ങനെ ഒരു ബലം സമ്പാദിച്ചോളൂ. അറിവ് സമ്പാദിച്ച്, ബലം സമ്പാദിച്ച്, ജ്ഞാനനിഷ്ഠനായിട്ട് ശാന്തിയോടെ, സമാധാനത്തോടെ, പ്രശാന്തിയോടെ ഇരിക്കുന്നതാണ് ബ്രഹ്മവിദ്യ യോഗശാസ്ത്രം കൊണ്ട് നേടിയെടുക്കുന്നത്. അതിന് ഒന്നിനും അത് വിരോധമല്ല. അതിന്റെ കൂടെ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചേർത്തോളാം. അതിന്റെ കൂടെ നിങ്ങൾ യോഗാവോ ആയുർവേദമോ അല്ലെ മരുന്ന് കഴിക്കലോ എക്സസൈസ് ചെയ്യലോ പണം സമ്പാദിക്കലോ ജോലി എടുക്കലോ കുടുംബം നടത്തലോ സന്യാസമോ ആശ്രമമോ അൺകണ്ടീഷണലാണ്. ഇതുണ്ടോ വേറെ എന്ത് വേണമെങ്കിൽ ചേർത്തുകൊള്ളാം. നിങ്ങളുടെ പ്രാരബ്ധം പോലെ, നിങ്ങളുടെ സ്വഭാവം പോലെ, നിങ്ങളുടെ പ്രകൃതി പോലെ. ഇതില്ലെങ്കിൽ അതൊന്നും ഫലിക്കില്ല. ഈ ജ്ഞാനത്തിനെ എടുത്തുകൊണ്ട് ബാക്കിയൊക്കെ അതിൽ വന്നാൽ ശോഭനമാവും. അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല